രാത്രി പകുതി കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്നൊരു സംഗീതമുയർന്നു. അതൊരു സാധാരണ ഗാനമായിരുന്നില്ല. മനുഷ്യരുടെ വിരലുകൾ കൊണ്ട് മീട്ടാൻ കഴിയുന്ന ഒരു വാദ്യത്തിൽ നിന്നും ആ സംഗീതം ഒഴുകി വരില്ല. ഭൂമിയിലെ ഒരു കാറ്റിനും അത്രത്തോളം മാസ്മരികതയുണ്ടാകില്ല. കേൾക്കുന്ന ഏതൊരാളുടെയും സിരകളിൽ മരവിപ്പ് പടർത്തുന്ന, ഹൃദയത്തെ ഒരു അദൃശ്യമായ ചരടുകൊണ്ട് കെട്ടിവലിക്കുന്ന ഒരു വേണുഗാനം. അതായിരുന്നു അത്. ഇപ്പോൾ നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ സമയം എത്രയാണ്? കമന്റിൽ എഴുതൂ, ഞാൻ വായിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളം. വൈദ്യുതിയോ ഇന്നത്തെ പോലെയുള്ള വെളിച്ചങ്ങളോ ഇല്ലാത്ത പ്രകൃതിയുടെ ഇരുട്ടിനും വന്യതയ്ക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ടായിരുന്നൊരു കാലം. പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിലുള്ള ശ്രീപുരമെന്ന കൊച്ചു ഗ്രാമം. ചുറ്റും ഇരുണ്ടുകിടക്കുന്ന കാടുകൾ. കാടിന് നടുവിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ നദി. അവിടെ തണുത്ത കാട്ടിൽ തലയാട്ടി നിൽക്കുന്ന നൂറുകണക്കിന് പാലമരങ്ങൾ. പകൽ സമയത്ത് ആ ഗ്രാമം വളരെ ശാന്തമാണ്. കൃഷിയും കന്നുകാലികളെ മേയ്ക്കലുമായി ഗ്രാമീണരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, ഇരുട്ട് വീണു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ മുഖം മാറും. സന്ധ്യ കഴിഞ്ഞാൽ ശ്രീപുരത്തെ വഴികളിൽ ആരും ഇറങ്ങി നടക്കാറില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ. മുടി അഴിച്ചിട്ട് കരിമഷി എഴുതി സന്ധ്യാസമയത്ത് മുറ്റത്തേക്കിറങ്ങുന്ന പെൺകുട്ടികളെ പ്രായമായ മുത്തശ്ശിമാരെപ്പോഴും വഴക്ക് പറയുമായിരുന്നു. പെണ്ണുങ്ങൾ സന്ധ്യ മയങ്ങിയാൽ മുടി അഴിച്ചിട്ട് നടക്കരുത്, പാല പൂക്കുന്ന ഗന്ധം വരുന്ന സമയത്ത് പുറത്തിറങ്ങരുത്. അവർ വരും, സ്വർഗത്തിൽ നിന്നും അവർ വരും. മുത്തശ്ശിമാരുടെ ഈ വാക്കുകൾ വെറുമൊരു പേടിപ്പിക്കൽ മാത്രമായിരുന്നില്ല, അതൊരു മുന്നറിയിപ്പായിരുന്നു. ഗന്ധർവന്മാർ, സ്വർഗീയ ജീവികൾ മനുഷ്യരെ പ്രണയിക്കുമോ? ഈ കഥ കേട്ടു തീരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉത്തരം മാറിയേക്കാം. ശ്രീപുരം ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ഭദ്ര. 18 വയസ്സു മാത്രം പ്രായമുള്ള, സംഗീതത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി. അവൾക്ക് ഗന്ധർവകഥകളിൽ വലിയ വിശ്വാസമൊന്നുമുണ്ടായിരുന്നില്ല. കാടിൻ്റെ ഭംഗിയും രാത്രിയിലെ നക്ഷത്രങ്ങളും അവൾക്കൊരുപാടിഷ്ടമായിരുന്നു. അതൊരു പൗർണമി രാത്രിയായിരുന്നു. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഒരു വെള്ളിത്താലം പോലെ തിളങ്ങി നിൽക്കുന്നു. നിലാവ് ഭൂമിയിലേക്ക് പാൽ പോലെ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. പ്രകൃതി മുഴുവൻ ഉറങ്ങിക്കിടക്കുകയാണ്. പെട്ടെന്നാണ് ഭദ്ര ആ ഗന്ധം തിരിച്ചറിഞ്ഞത്. അവളുടെ ജനലരികിലൂടെ ഒരിളം കാറ്റ് വീശി. ആ കാറ്റിന് പാലപ്പൂവിൻ്റെ അതിരൂക്ഷമായ ഗന്ധമുണ്ടായിരുന്നു. വല്ലാത്തൊരു മത്തു പിടിപ്പിക്കുന്ന സുഗന്ധം. ഉറക്കത്തിൽ നിന്നും പെട്ടെന്നുണർന്ന ഭദ്ര കണ്ണു തുറന്നു. അപ്പോഴാണ് അവൾ ആ സംഗീതം കേട്ടത്. വളരെ നേർത്ത ശബ്ദത്തിൽ, ദൂരെ കാടിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു പുള്ളാങ്കുഴൽ നാദം. ഓരോ സ്വരവും അവളുടെ ഹൃദയമിടിപ്പിൻ്റെ താളത്തിനൊപ്പം ചേരുന്നതുപോലെ അവൾക്ക് തോന്നി. ആ സംഗീതത്തിൽ എന്തോ ഒരു മാന്ത്രികതയുണ്ടായിരുന്നു. അവളുടെ കാലുകൾ അറിയാതെ തറയിൽ സ്പർശിച്ചു. ആരും കാണാതെ ഒരു സ്വപ്നത്തിൽ നടക്കുന്നതുപോലെ അവൾ തൻ്റെ വീടിൻ്റെ വാതിൽ പതുക്കെ തുറന്നു. പുറത്തു കൊടും തണുപ്പാണ്. മരങ്ങളിലെ ഇലകളിൽ തട്ടി നിലാവ് ചിതറി വീഴുന്നുണ്ട്. സംഗീതം കൂടുതൽ വ്യക്തമായി കേൾക്കാം. കാടിൻ്റെ അതിർത്തിയിലുള്ള ആ വലിയ പാലമരത്തിന് ചുവട്ടിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. ഭദ്രയുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. പേടിയാണോ അതോ അറിയാനുള്ള ആകാംക്ഷയാണോ എന്ന് അവൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പാലമരത്തിനടുത്തേക്കെട്ടുന്തോറും സംഗീതത്തിൻ്റെ ലഹളി കൂടിക്കൂടി വന്നു. പെട്ടെന്ന് ആ സംഗീതം നിന്നു. ഭദ്ര നിശ്ചലയായി നിന്നു. കാറ്റിൽ പാലപ്പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. പെട്ടെന്ന് പാലമരത്തിൻ്റെ വലിയ വേരുകൾക്കു മുകളിൽ നിന്നും ഒരു വെളിച്ചം അവൾ കണ്ടു. ഒരു സാധാരണ വെളിച്ചമല്ല, ഒരു മനുഷ്യരൂപം. നിലാവിനേക്കാൾ തിളക്കമുള്ള, സ്വർണ്ണ നിറമുള്ള ഒരു അമാനുഷിക രൂപം. അവനൊരു പുള്ളാങ്കുഴലും പിടിച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു. ആ കണ്ണുകളിൽ നോക്കിയ ഭദ്രയുടെ ശ്വാസം നിന്നുപോയി. അതൊരു മനുഷ്യനായിരുന്നില്ല. അവൻ മനുഷ്യനല്ല, പക്ഷേ മനുഷ്യനേക്കാൾ മനോഹരൻ. ഭദ്രയുടെ മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തെ വർണ്ണിക്കാൻ ഭൂമിയിലെ ഭാഷകൾ മതിയാകില്ലായിരുന്നു. ഒരു ചിത്രകാരനും വരയ്ക്കാൻ കഴിയാത്തത്ര പൂർണ്ണതയുള്ള മുഖം, വിശാലമായ നെറ്റിത്തടം, കരുത്തുറ്റ തോളുകൾ,
കാറ്റിൽ പാറിക്കളിത്തുന്ന നീണ്ട മുടി. എന്നാൽ എല്ലാത്തിലുമുപരി അവളുടെ ശ്രദ്ധ പതിഞ്ഞത് അവൻ്റെ കണ്ണുകളിലാണ്. ആ കണ്ണുകളിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിഗൂഢതകളും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതിൽ നക്ഷത്രങ്ങളുടെ തിളക്കമുണ്ടായിരുന്നു. ഭദ്രയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു വശത്ത് ഗ്രാമത്തിലെ മുത്തശ്ശിമാർ പറഞ്ഞ ഗന്ധർവ കഥകൾ അവളുടെ മനസ്സിൽ ഭയമായി നിറഞ്ഞു. മറുവശത്ത് ആ അമാനുഷിക സൗന്ദര്യവും അവനിൽ നിന്നും ഒഴുകിവരുന്ന പാലപ്പൂവിൻ്റെ ഗന്ധവും അവളെ ഒരു കാന്തം പോലെ അവനിലേക്ക് വലിച്ചെടുപ്പിച്ചു. അവൻ സംസാരിച്ചില്ല, പക്ഷേ അവൻ്റെ ചുണ്ടുകളിൽ വളരെ ശാന്തമായൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. അവൻ പതുക്കെ തൻ്റെ പുല്ലാങ്കുഴൽ ചുണ്ടുകളോട് ചേർത്തു. വീണ്ടും ആ മാന്ത്രിക സംഗീതം ഒഴുകി തുടങ്ങി. ആ സംഗീതം കേട്ടപ്പോൾ അവളുടെ ഹൃദയം വിറച്ചു. ചുറ്റുമുള്ള ലോകമില്ലാതാകുന്നതുപോലെ അവൾക്ക് തോന്നി. കാടും നിലാവും മരങ്ങളുമെല്ലാം മാഞ്ഞുപോയി. ആ സംഗീതം അവളോട് സംസാരിക്കുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. 100 കണക്കിന് വർഷങ്ങളായി അവൻ അവൾക്കായി കാത്തിരിക്കുകയായിരുന്നു എന്ന് ആ സംഗീതം അവളോട് മന്ത്രിച്ചു. സംഗീതം പൊടുന്നനെ നിർത്തിക്കൊണ്ട് അവൻ അവൾക്ക് നേരെ ഒരു ചുവട് വെച്ചു. ഭദ്ര ഭയന്ന് പുറകോട്ട് മാറി. ഭയക്കേണ്ട, അവൻ്റെ ശബ്ദം ആദ്യമായി അവൾ കേട്ടു. കാറ്റിൽ ഒരു വലിയ മരം ഇളകുന്നതുപോലെ, അത്രയും ഗാംഭീര്യമുള്ള എന്നാൽ അതിമനോഹരമായൊരു ശബ്ദം. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല ഭദ്ര. അവൻ അവളുടെ പേര് വിളിച്ചു. അവൾക്ക് അതിശയവും ഭയവും അടക്കാനായില്ല. നിങ്ങൾ ആരാണ്? എൻ്റെ പേരെങ്ങനെ അറിയാം? അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ പുഞ്ചിരിച്ചു. ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് താഴെ വിരിയുന്ന പൂക്കളുടെ പേരറിയാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. നിന്റെ സംഗീതം സ്വർഗത്തോളം എത്തിയിരിക്കുന്നു ഭദ്ര. ആ സംഗീതമാണ് എന്നെ ഈ ഭൂമിയിലേക്ക് വലിച്ചിറക്കിയത്. അതൊരു ഗന്ധർവനാണെന്ന് അവൾക്കുറപ്പായി. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെ സുന്ദരിമാരെ തേടിവരുന്ന ഗന്ധർവൻ. കഥകളിൽ കേട്ടറിഞ്ഞ ആ നിഗൂഢജീവി ഇപ്പോൾ അവളുടെ മുന്നിൽ, അവളുടെ കൺമുന്നിൽ നിൽക്കുന്നു. എനിക്ക് തിരികെ പോകണം, ഭദ്ര ഭയത്തോടെ പറഞ്ഞു. പോകാൻ, പക്ഷേ നാളെ ഈ പാലപ്പൂക്കൾ വിരിയുമ്പോൾ, നിലാവ് ഈ മണ്ണിൽ വീഴുമ്പോൾ നീ വീണ്ടും വരും. എൻ്റെ സംഗീതം നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ ഒരു മാന്ത്രികതയുണ്ടായിരുന്നു. അവൾക്ക് അവനിൽ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഒരു വലിയ കാറ്റ് വീശി. പാലപ്പൂക്കൾ മഴ പോലെ അവരുടെ മേൽ പെയ്തിറങ്ങി. ഭദ്ര കണ്ണുകൾ ഇറുക്കി അടച്ചു. കാറ്റ് ശമിച്ചപ്പോൾ അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഇരുണ്ട കാടും പാലമരവും നിലാവും മാത്രം. അവൻ എങ്ങോട്ടാണ് പോയത്? ആകാശം തുറന്ന് അവൻ മുകളിലേക്ക് പോയോ, അതോ കാറ്റിനൊപ്പം മറഞ്ഞോ? അവൾ വേഗത്തിൽ വീട്ടിലേക്ക് ഓടി. വാതിലടച്ച് കിടക്കയിലേക്ക് വീണു. അവളുടെ നെഞ്ചിടിപ്പ് അപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. രാവിലെ കിളികളുടെ ശബ്ദം കേട്ടാണ് ഭദ്ര ഉണർന്നത്. സൂര്യപ്രകാശം ജനലിലൂടെ അവളുടെ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഇന്നലെ രാത്രി നടന്നതെന്താണ്? അതൊരു സ്വപ്നമായിരുന്നോ? അതെ, ഒരുപക്ഷെ അതൊരു മനോഹരമായ സ്വപ്നമായിരിക്കാം. ഗന്ധർവന്മാർ മനുഷ്യരെ കാണാൻ വരികയോ? ഇതെല്ലാം തൻ്റെ തോന്നലുകളാണെന്ന് അവൾ സ്വയം വിശ്വസിപ്പിച്ചു. എന്നാൽ മുടി ഒതുക്കാനായി അവൾ കൈകൾ തലയിലേക്ക് വെച്ചപ്പോൾ അവൾ ശരിക്കും ഞെട്ടിത്തരിച്ചു. അവളുടെ നീണ്ട മുടിയിഴകളിൽ നിന്നും അപ്പോഴും പാലപ്പൂവിൻ്റെ കടുത്ത സുഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടിയിൽ ഒരു പാലപ്പൂ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി അവിടെയുണ്ടായിരുന്ന ആ ഗന്ധർവൻ യാഥാർത്ഥ്യമായിരുന്നു. ഒരു വലിയ നിഗൂഢതയുടെ തുടക്കം മാത്രമായിരുന്നു അത്. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ പകലുകളും ഭദ്രയ്ക്ക് ഓരോ യുഗങ്ങൾ പോലെയാണ് അനുഭവപ്പെട്ടത്. സൂര്യൻ അസ്തമിക്കാൻ അവൾ കാത്തിരുന്നു. ഇരുട്ട് വീഴാൻ, നിലാവുദിക്കാൻ, പാലപ്പൂക്കൾ വിരിയാൻ അവൾ കൊതിച്ചു. കാരണം ആ രാത്രി ഒരു തുടക്കം മാത്രമായിരുന്നു. എല്ലാ രാത്രികളിലും ഗ്രാമം ഉറങ്ങിക്കഴിയുമ്പോൾ പാലമരച്ചുവട്ടിൽ നിന്നും ആ പുല്ലാങ്കുഴൽ നാദം ഉയർന്നു കേൾക്കാൻ തുടങ്ങി. ആ സംഗീതം ഭദ്രയ്ക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. സംഗീതം കേൾക്കുമ്പോൾ അവളൊരു കാന്തം പോലെ ആ കാടിൻ്റെ അതിർത്തിയിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവിടെ നിലാവിൻ്റെ വെളിച്ചത്തിൽ സ്വർഗീയനായ ആ ഗന്ധർവൻ അവൾക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഭയം പതുക്കെ പതുക്കെ അവളിൽ നിന്നും ഇല്ലാതായി. പകരം അവിടെ പറയാൻ കഴിയാത്തൊരു വശ്യതയും പ്രണയവും നിറയാൻ തുടങ്ങി. അവർ മണിക്കൂറുകളോളം സംസാരിച്ചു. ഭൂമിയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അവർ കഥകൾ പങ്കുവച്ചു. സ്വർഗത്തിൽ നിങ്ങൾക്ക് വേദനകളില്ലേ? ഒരു ദിവസം ഭക്ര അവനോട് ചോദിച്ചു. ഗന്ധർവൻ മുകളിലെ നക്ഷത്രങ്ങളിലേക്ക് നോക്കി. സ്വർഗത്തിൽ ജനനമില്ല, മരണമില്ല, രോഗങ്ങളില്ല. പക്ഷേ
അവിടെ പ്രണയമില്ല ഭദ്ര. അവിടെ എല്ലാം തികഞ്ഞതാണ്. അപൂർണമായ ഒന്നിൽ മാത്രമേ പ്രണയത്തിന് ജനിക്കാൻ കഴിയൂ. മനുഷ്യർക്ക് മാത്രമേ ഹൃദയം പകുത്തു നൽകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഗന്ധർവന്മാർ ഭൂമിയിലെ മനുഷ്യരെ തേടി വരുന്നത്, പ്രണയമെന്താണെന്നറിയാൻ. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചു. അവൻ മനുഷ്യനല്ല എന്ന സത്യം അവൾ മറക്കാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ചിരിയും സംഗീതവും ആ സാന്നിധ്യവുമില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയായി. അവൾ അവനുമായി അതിതീവ്രമായി പ്രണയത്തിലായി. ഒരു സ്വർഗീയ ജീവിയുമായുള്ള മനുഷ്യസ്ത്രീയുടെ നിഗൂഢമായ പ്രണയം. എന്നാൽ പ്രകൃതിയുടെ നിയമങ്ങളെ തെറ്റിച്ച് നടക്കുന്ന ഈ ബന്ധം അധികനാൾ രഹസ്യമായി വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ശ്രീപുരം ഗ്രാമത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. കാലം തെറ്റി മരങ്ങളിൽ പൂക്കൾ വിരിഞ്ഞു. രാത്രികാലങ്ങളിൽ ഗ്രാമത്തിലെ നായ്ക്കൾ ആകാശത്തേക്ക് നോക്കി അസാധാരണമായി കുരയ്ക്കാൻ തുടങ്ങി. രാത്രിയിൽ കാറ്റടിക്കുമ്പോൾ ഗ്രാമം മുഴുവൻ അതിരൂക്ഷമായ പാലപ്പൂവിൻ്റെ ഗന്ധം നിറഞ്ഞു. ഗ്രാമത്തിലെ പ്രായമായവർ ഇതിൽ ഭയന്നു. ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ഒരു ദിവസം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഗ്രാമത്തിൻ്റെ അതിർത്തി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ആകാശത്തു നിന്നുള്ളവർ ഈ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. കന്യകമാരുടെ രക്തത്തിൽ അവർ പ്രണയം കലർത്തുന്നു. ഇതാപത്താണ്, വലിയ ആപത്ത്. ഈ വാക്കുകൾ ഗ്രാമത്തിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. പെൺകുട്ടികളുള്ള വീടുകളിൽ രാത്രിയിൽ കർശനമായ കാവലേർപ്പെടുത്തി. മന്ത്രവാദികളെക്കൊണ്ട് വീടിനു ചുറ്റും രക്ഷാകവചങ്ങൾ തീർത്തു. ഗന്ധർവന്മാരെ അകറ്റാൻ എരിക്ക്, തുളസി, വേപ്പ് എന്നിവ വീടിൻ്റെ വാതിലുകളിൽ കെട്ടിത്തൂക്കി. ഭദ്രയുടെ വീട്ടിലും ഈ മാറ്റങ്ങൾ നടന്നു. അവളുടെ അച്ഛൻ മുറ്റത്ത് വലിയൊരു ഹോമകുണ്ടമൊരുക്കി. ഗന്ധർവനെ അകറ്റാനുള്ള മന്ത്രങ്ങൾ അവിടെ മുഴങ്ങിക്കേട്ടു. ഭദ്ര ഇതെല്ലാം കണ്ട് ഭയത്തോടെ മുറിക്കുള്ളിലിരുന്നു. അന്ന് രാത്രി പൗർണമിയായിരുന്നു. ഇരുട്ടു വീണു. ഗ്രാമം മുഴുവൻ മന്ത്രോച്ചാരണങ്ങളുടെ ശബ്ദം. ഭദ്ര ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് കാടിൻ്റെ ഭാഗത്തുനിന്നും വലിയൊരു കാറ്റുവീശി. മന്ത്രവാദികൾ കത്തിച്ച ഹോമകുണ്ടത്തിലെ തീ കെട്ടുപോയി. മുറ്റത്ത് കെട്ടിത്തൂക്കിയ വേപ്പിലകൾ കരിഞ്ഞുപോയി. ഭദ്രയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവൾക്ക് കേൾക്കാം, വളരെ ദൂരെ നിന്നും അവൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ആ പുല്ലാങ്കുഴൽ നാദം. അവൻ വന്നിരിക്കുന്നു. ഗ്രാമത്തിലെ മുഴുവൻ മന്ത്രവാദികളെയും കാവലികളെയും തോൽപ്പിച്ച് തൻ്റെ പ്രണയിനിയെ കാണാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നു. പക്ഷേ ഇത്തവണ അവൾ പുറത്തേക്കിറങ്ങിയാൽ ഗ്രാമത്തിലുള്ളവർ അവളെ കാണും. പിടിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നവൾക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. സംഗീതം അടുത്തേക്ക് വരികയാണ്. ജനലിലൂടെ അവൾ കണ്ടു. ഇരുട്ടിലൂടെ നിലാവിൻ്റെ വെളിച്ചത്തിൽ സ്വർണ്ണനിറമുള്ള ആ രൂപം തൻ്റെ വീടിന് നേരെ നടന്നുവരുന്നു. ഗ്രാമത്തിലെ സംശയങ്ങൾ. മുറ്റത്തെരിയുന്ന ഹോമകുണ്ടത്തിലെ തീ കെട്ടുപോയിരിക്കുന്നു. മന്ത്രവാദികളുടെ വിയർപ്പ് തണുത്തുറയുന്ന നിമിഷം. ഭദ്ര ജനലഴികളിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നോക്കി. ഇരുട്ടിലൂടെ നിലാവിൻ്റെ നേർത്ത വെളിച്ചത്തിൽ സ്വർണ്ണനിറമുള്ള ആ രൂപം തൻ്റെ വീടിനു നേരെ നടന്നുവരികയാണ്. ഗ്രാമത്തിലെ വലിയ താന്ത്രികന്മാർ തീർത്ത അദൃശ്യമായ രക്ഷാകവചങ്ങളൊന്നും അവനെ തടയുന്നില്ല. കാരണം അവനൊരു ദുർമന്ത്രവാദത്തിൻ്റെ സൃഷ്ടിയോ പൈശാചിക രൂപമോ അല്ല. അവൻ സ്വർഗത്തിലെ ഗായകനാണ്. സ്വർഗീയമായ പ്രകാശത്തെ തടഞ്ഞു നിർത്താൻ ഭൂമിയിലെ മന്ത്രങ്ങൾക്ക് എങ്ങനെ കഴിയും? ഭദ്രയുടെ ഹൃദയം തൊണ്ടയിലേക്ക് കുതിച്ചെത്തി. അവൻ അടുത്തേക്ക് വരികയാണ്. അവൻ്റെ മുഖത്ത് ആ ശാന്തമായ പുഞ്ചിരി അപ്പോഴുമുണ്ടായിരുന്നു. മുറ്റത്ത് ഭയന്നു വിറച്ചു നിൽക്കുന്ന മന്ത്രവാദികളെ അവൻ കണ്ടതായി പോലും നടിച്ചില്ല. അവൻ്റെ കണ്ണുകൾ ജനലഴികൾക്ക് പിന്നിൽ നിൽക്കുന്ന ഭദ്രയിൽ മാത്രമായിരുന്നു. വേണ്ട, മടങ്ങിപ്പോകൂ, ഭദ്ര മനസ്സിൽ കേണു പറഞ്ഞു. അവൾക്കവനെ ജീവനായിരുന്നു. പക്ഷേ ഗ്രാമത്തിലുള്ളവർ അവനെ കണ്ടാൽ അത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് അവൾക്കുറപ്പായിരുന്നു. പെട്ടെന്ന് പ്രധാന മന്ത്രവാദി ഉറക്കെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം വായുവിലേക്കെറിഞ്ഞു. ഹോമകുണ്ഡത്തിൽ വീണ്ടും വലിയൊരു ശബ്ദത്തോടെ തീജ്വാലകൾ ഉയർന്നുപൊങ്ങി. ആ തീജ്വാലകളുടെ വെളിച്ചം മുറ്റം മുഴുവൻ നിറഞ്ഞു. ഭദ്ര കണ്ണുകൾ ഇറുക്കിയടച്ചു. അടുത്ത നിമിഷം അവൾ കണ്ണു തുറക്കുമ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അവൻ പോയിരിക്കുന്നു. ഹോമകുണ്ഡത്തിലെ തീ വീണ്ടും പഴയതുപോലെ എരിയുന്നു. മന്ത്രവാദികൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. തങ്ങളുടെ മന്ത്രശക്തി കൊണ്ടാണ് ആ അജ്ഞാതശക്തിയെ ഓടിച്ചതെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഭദ്രയ്ക്കറിയാമായിരുന്നു, അവൾക്കൊരാപത്തും വരാതിരിക്കാൻ വേണ്ടി അവൻ സ്വയം പിന്മാറിയതാണെന്ന്. പിറ്റേന്ന് പ്രഭാതം ശ്രീപുരം ഗ്രാമം പതിവില്ലാത്ത വിധം അസ്വസ്ഥമായിരുന്നു. ഗ്രാമത്തിലെ ആൽത്തറയിൽ ആളുകൾ കൂട്ടം കൂടി നിന്നു. ഭയം എല്ലാവരുടെയും മുഖത്ത് വ്യക്തമായിരുന്നു. ഇന്നലെ രാത്രി നമ്മുടെ ഗ്രാമത്തിലേക്ക് ഏതോ ഒരു വലിയ ശക്തി കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സാധാരണ ഒരു യക്ഷിയോ പ്രേതമോ അല്ല. ആകാശത്തു നിന്നും വന്ന
ഏതോ ഒന്നാണ്. പാലപ്പൂവിന്റെ ഗന്ധം കാറ്റിലൂടെ വന്നത് നിങ്ങൾ ആരും അറിഞ്ഞില്ലേ? പ്രായമായ ഒരു കാരണവർ ചോദിച്ചു. മന്ത്രവാദി മുന്നോട്ട് വന്നു പറഞ്ഞു, അതൊരു ഗന്ധർവനാണ്. മനുഷ്യസ്ത്രീയുടെ ഗന്ധം പിടിച്ച് സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന ഗന്ധർവൻ നമ്മുടെ ഗ്രാമത്തിലെ ഏതോ ഒരു പെൺകുട്ടിയെ അവൻ മോഹിച്ചിരിക്കുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് അവൻ തന്നെ ഉടൻ വെളിപ്പെടുത്തും. അത് ഭയാനകമായ ഒരു നാശത്തിന്റെ തുടക്കമായിരിക്കും. ഈ വാക്കുകൾ ഗ്രാമത്തിലൊരു തീപ്പൊരി പോലെ പടർന്നു. എല്ലാവരും പരസ്പരം സംശയത്തോടെ നോക്കാൻ തുടങ്ങി. ആരുടെ വീട്ടിലെ പെൺകുട്ടിയെയാണ് ഗന്ധർവൻ നോട്ടമിട്ടിരിക്കുന്നത്? പെൺകുട്ടികളുള്ള അമ്മമാർ ഭയത്തോടെ തങ്ങളുടെ മക്കളെ നെഞ്ചോട് ചേർത്തു. ഭദ്ര ഇതെല്ലാം കേട്ട് തന്റെ വീടിന്റെ കോലായിൽ തളർന്നിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഗ്രാമത്തിലുള്ളവർ സത്യമറിഞ്ഞാൽ തന്നെ അവർ ഈ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കും, അല്ലെങ്കിൽ തന്നെയൊരു ഭ്രാന്തിയെപ്പോലെ ചങ്ങലക്കിടും. സ്വർഗീയ ജീവിയുമായുള്ള പ്രണയം ഭൂമിയിലെ മനുഷ്യർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അന്നുമുതൽ ഗ്രാമം മുഴുവൻ കാവലേർപ്പെടുത്തി. രാത്രികളിൽ ആരും പുറത്തിറങ്ങിയില്ല. ഗ്രാമത്തിന്റെ അതിർത്തികളിൽ വലിയ ഇരുമ്പാണികൾ തറച്ചു. ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ വലിയ പൂജകൾ നടന്നു. വിശ്വാസവും ഭയവും തമ്മിലുള്ള വലിയൊരു യുദ്ധമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഭദ്രയെ ഏറ്റവും കൂടുതൽ തളർത്തിയത് അതൊന്നുമായിരുന്നില്ല. ആ സംഭവത്തിനു ശേഷം അവൻ വന്നില്ല. ഒന്നല്ല, രണ്ടല്ല, 10 ദിവസങ്ങൾ കടന്നുപോയി. രാത്രികളിൽ അവൾ ജനലരികിൽ കാത്തുനിന്നു. കാതുകൾ കൂർപ്പിച്ചുവെച്ചു. പക്ഷേ ആ പുല്ലാങ്കുഴൽ നാദം കാട്ടിൽ നിന്നും ഉയർന്നില്ല. നിലാവ് വന്നിട്ടും കാറ്റ് വീശിയിട്ടും ആ സംഗീതം മാത്രം കേട്ടില്ല. അവൻ തന്നെ ഉപേക്ഷിച്ചു പോയോ? അതോ ഗ്രാമത്തിലെ അതിർത്തികളിൽ തറച്ച മാന്ത്രിക ആണികൾ അവനെ തടഞ്ഞു നിർത്തുകയാണോ? ഭദ്രയുടെ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരവും മനസ്സും പതുക്കെ പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങി. അവൾക്ക് ചുറ്റുമുള്ള ലോകം അർത്ഥശൂന്യമായി തോന്നി. അവന്റെ ഒരു നോക്ക് കാണാതെ, ആ സംഗീതം ഒരിക്കൽ കൂടി കേൾക്കാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവനില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. അവൻ എവിടെയാണ്? എന്തുപറ്റി അവന്? ഈ ചോദ്യങ്ങൾ അവളുടെ മനസ്സിലൊരു തീക്കനൽ പോലെ എരിഞ്ഞു. തന്റെ പ്രണയം വെറുമൊരു മിഥ്യയല്ലെന്ന് ഭദ്രക്കറിയാമായിരുന്നു. അവൻ തിരികെ വരാത്തതിനു പിന്നിൽ വലിയൊരു കാരണമുണ്ടാകും. അതെന്താണെന്ന് അവൾക്ക് കണ്ടെത്തണമായിരുന്നു. ശ്രീപുരം ഗ്രാമത്തിൽ നിന്നും ഏറെ അകലെ കൊടും കാടിനുള്ളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ മനുഷ്യർക്ക് പ്രവേശനമില്ല. കാട്ടമൃഗങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന ആ വഴിയിലൂടെ പകൽ പോലും ആരും പോകാറില്ല. ആ ക്ഷേത്രത്തിൽ വർഷങ്ങളായി തപസ്സനുഷ്ഠിക്കുന്ന ഒരു അഘോരി സന്യാസിയുണ്ട്. ഭൂതവും ഭാവിയും അറിയാവുന്ന, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു യോഗി. തന്റെ ചോദ്യങ്ങൾക്കുത്തരം നൽകാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്ന് ഭദ്ര വിശ്വസിച്ചു. ഒരു ദിവസം പുലർച്ചെ ഗ്രാമമുണരുന്നതിനു മുൻപ് ഭദ്ര ആരുമറിയാതെ കാട്ടിലേക്കിറങ്ങി. കാൽപാദങ്ങളിൽ മുള്ളുകൾ തറച്ചുകയറി. രക്തം പൊടിഞ്ഞു. കാട്ടുചെടികൾ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. എങ്കിലും അവൾ യാത്ര തുടർന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ വലിയ പാറക്കെട്ടുകൾക്ക് നടുവിലായി പായൽ പിടിച്ച ആ പഴയ ശിവക്ഷേത്രം അവൾ കണ്ടു. അവിടെ ഭസ്മം പൂശിയ ശരീരവുമായി കണ്ണുകൾ അടച്ച് ധ്യാനത്തിലിരിക്കുന്ന ആ സന്യാസിയെ അവൾ കണ്ടു. ഭദ്ര പതുക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്നു. അവൾ ഒന്നും സംസാരിക്കുന്നതിനു മുൻപ് തന്നെ ആ സന്യാസി കണ്ണുകൾ തുറക്കാതെ തന്നെ സംസാരിച്ചു തുടങ്ങി. നിന്നിൽ നിന്നും വരുന്നത് ഈ ഭൂമിയിലെ ഗന്ധമല്ല പെൺകുട്ടി. നക്ഷത്രങ്ങൾക്കിടയിൽ നിന്നും വരുന്ന പാലപ്പൂവിന്റെ ഗന്ധമാണ്. നീ സ്വർഗത്തെയാണ് മോഹിച്ചത്. അഗ്നിയെയാണ് നീ പ്രണയിച്ചത്. സന്യാസിയുടെ വാക്കുകൾ കേട്ട് ഭദ്ര വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അദ്ദേഹം എവിടെയാണ് സ്വാമി? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വരാത്തത്? എന്റെ പ്രണയം അദ്ദേഹത്തിനൊരു ഭാരമായോ? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സന്യാസി പതുക്കെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ വലിയൊരു സഹതാപമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യർക്ക് പ്രണയിക്കാൻ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് ഭദ്ര. പക്ഷേ സ്വർഗത്തിലെ ജീവികൾക്ക് അതില്ല. ഗന്ധർവന്മാർ പ്രകാശത്തിന്റെയും നാദത്തിന്റെയും രൂപങ്ങളാണ്. അവർ ഭൂമിയിലേക്ക് വരുന്നത് മനുഷ്യരുടെ സൗന്ദര്യം ആസ്വദിക്കാനും അവരുടെ ഗാനങ്ങൾ കേൾക്കാനും മാത്രമാണ്. അവർക്ക് മനുഷ്യരോട് പ്രണയം തോന്നാൻ പാടില്ല. അത് പ്രപഞ്ച നിയമങ്ങൾക്കെതിരാണ്. സന്യാസി ഒരു നിമിഷം നിർത്തി. ആകാശത്തേക്ക് നോക്കിക്കൊണ്ടു തുടർന്നു. ഒരു ഗന്ധർവൻ മനുഷ്യസ്ത്രീയെ പ്രണയിച്ചാൽ, അവൾക്കൊപ്പം ഭൂമിയിൽ ചിലവഴിച്ചാൽ, അവൻ പതുക്കെ പതുക്കെ തന്റെ സ്വർഗീയ ശക്തികൾ നഷ്ടപ്പെടുത്തും. ദേവലോകത്തെ നിയമങ്ങൾ തെറ്റിച്ചാൽ സ്വർഗത്തിലെ ദേവന്മാർ അവനെ ശപിക്കും. ഒന്നുകിൽ അവൻ തന്റെ അമരത്വം നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ അലഞ്ഞുതിരിയുന്ന ഒരു വെറും ആത്മാവായി മാറും, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള കാവൽക്കാർ വന്ന്
അവനെ പിടിച്ചുകൊണ്ടുപോകും. നീ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ മറക്കുക. അവൻ നിന്നിൽ നിന്നും അകന്നുപോയത് നിന്നെ വെറുത്തിട്ടല്ല, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവൻ നിനക്കൊപ്പം നിന്നാൽ അവൻ്റെ പ്രകാശം നിന്നെ ചുട്ടുചാമ്പലാക്കും. പ്രപഞ്ചം നിങ്ങളെ രണ്ടുപേരെയും ഇല്ലാതാക്കും. ഈ വാക്കുകൾ ഒരിടി തീ പോലെയാണ് ഭദ്രയുടെ കാതുകളിൽ വീണത്. അവൻ തന്നെ ഉപേക്ഷിച്ചതല്ല. തന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് അവൻ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഗ്രാമത്തിലെ മന്ത്രവാദികളുടെ ഇരുമ്പാണികൾ കാരണം അവൻ എവിടെയെങ്കിലും ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകാം. എനിക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണണം സ്വാമി. അതിന് ഞാൻ എൻ്റെ ജീവൻ നൽകാനും തയ്യാറാണ്, ഭദ്ര കണ്ണീരോടെ പറഞ്ഞു. സന്യാസി ദീർഘമായി നിശ്വസിച്ചു. നാളെ ഗ്രഹണരാത്രിയാണ്. ചന്ദ്രനെ ഇരുട്ടു വിഴുങ്ങുന്ന രാത്രി. ആ രാത്രിയിൽ ഭൂമിയിലെ മാന്ത്രിക ശക്തികൾക്ക് വിലങ്ങ് വീഴും. മന്ത്രവാദികൾ ഗ്രാമത്തിനു ചുറ്റും തറച്ച ആണികളുടെ ശക്തി നാളെ അർദ്ധരാത്രി കുറച്ചു നേരത്തേക്കില്ലാതാകും. അപ്പോൾ നീ അവനെ മനസ്സുരുകി വിളിച്ചാൽ അവൻ വരും. പക്ഷേ ഓർക്കുക, അത് നിങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കണം. അവൻ ഭൂമിയിൽ തുടർന്നാൽ അത് ലോകാവസാനത്തിന് തുല്യമായ നാശത്തിലേക്ക് നയിക്കും. സന്യാസിയെ വണങ്ങി ഭദ്ര തിരികെ നടന്നു. അവളുടെ മനസ്സിൽ ഭയമില്ലായിരുന്നു. പകരം വലിയൊരു നിശ്ചയദാർഢ്യമായിരുന്നു. നാളെ ഗ്രഹണരാത്രിയാണ്. ജീവൻ പോയാലും നാളെ താൻ അവനെ കാണും. ഗ്രഹണരാത്രി. ആകാശം ഒരു വിചിത്രമായ ചുവപ്പ് നിറം പൂണ്ടിരുന്നു. ചന്ദ്രനെ പതുക്കെ പതുക്കെ ഒരു വലിയ ഇരുട്ട് വിഴുങ്ങിക്കൊണ്ടിരുന്നു. ശ്രീപുരം ഗ്രാമം മുഴുവൻ വീടുകൾക്കുള്ളിൽ കതടച്ചിരിക്കുകയാണ്. ഗ്രഹണസമയത്ത് പുറത്തിറങ്ങുന്നത് ശാപമാണെന്നവർ വിശ്വസിച്ചു. ഗ്രാമത്തിലെ നായ്ക്കൾ ഇടയ്ക്കിടെ നീട്ടി ഓരിയിടുന്നുണ്ടായിരുന്നു. വായുവിൽ ഒരു ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത. ഭദ്ര തന്റെ മുറിക്കുള്ളിൽ തയ്യാറായി നിൽക്കുകയായിരുന്നു. സമയം അർദ്ധരാത്രിയോടടുത്തു. ചന്ദ്രൻ പൂർണ്ണമായും ഇരുട്ടിലായി. ഇതാണ് സമയം. മാന്ത്രിക ശക്തികൾ ദുർബലമാകുന്ന നിമിഷം. ആരും കേൾക്കാതെ അവൾ വീടിന്റെ പുറകിലെ വാതിൽ തുറന്നു പുറത്തേക്കിറങ്ങി. കൊടുമിരുട്ട്. അവളുടെ ഹൃദയം വലിയ ശബ്ദത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. അവൾ നേരെ ഓടിയത് കാടിന്റെ അതിർത്തിയിലുള്ള ആ വലിയ പാലമരത്തിനടുത്തേക്കാണ്. അവൾ പാലമരത്തിന്റെ ചുവട്ടിലെത്തി. കാറ്റ് വീശുന്നുണ്ടായിരുന്നില്ല. ഇലകൾ പോലും മനങ്ങുന്നില്ല. വരൂ, എനിക്കറിയാം നിങ്ങൾക്ക് വരാൻ കഴിയുമെന്ന്. എനിക്കായി വരൂ, അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി പാലമരത്തിന്റെ വേരുകളിൽ വീണു. ആ കണ്ണീരിന് ലോകത്തിലെ എല്ലാ മന്ത്രങ്ങളെക്കാളും ശക്തിയുണ്ടായിരുന്നു. പെട്ടെന്ന് അന്തരീക്ഷത്തിലൊരു മാറ്റം സംഭവിച്ചു. വീണ്ടും ആ പാലപ്പൂവിന്റെ ഗന്ധം കാറ്റിലൂടെ ഒഴുകി വന്നു. ഭദ്രയുടെ ശ്വാസം നിലച്ചു. അവൾ കേട്ടു. വളരെ നേർത്ത എന്നാൽ ഹൃദയഭേദകമായ ഒരു പുല്ലാങ്കുഴൽ നാദം. മുൻപ് കേട്ടിരുന്ന ആ സന്തോഷവാനായ ഗന്ധർവന്റെ സംഗീതമായിരുന്നില്ല അത്. അതിൽ വലിയൊരു വേദനയുണ്ടായിരുന്നു. ഒരുപാട് കരച്ചിലുകൾ അടക്കിവെച്ച ഒരു സംഗീതം. മരത്തിനു പിന്നിൽ നിന്നും ആ പ്രകാശം തെളിഞ്ഞു. ഭദ്ര ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൾ നിശ്ചലയായി നിന്നുപോയി. അവന്റെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. മുൻപ് അവനിൽ നിന്നും വന്നിരുന്ന ആ സ്വർണപ്രകാശം ഇപ്പോൾ മങ്ങിയിരിക്കുന്നു. അവന്റെ കണ്ണുകളിലെ തിളക്കം കുറഞ്ഞിരിക്കുന്നു. അവൻ വളരെ ക്ഷീണിതനായിരുന്നു. ഭൂമിയിലെ മനുഷ്യന്റെ സ്നേഹം അവനെ ദുർബലനാക്കിയിരിക്കുന്നു. എന്തിനാണ് ഭദ്ര നീ എന്നെ വീണ്ടും വിളിച്ചത്? അവന്റെ ശബ്ദത്തിലും ആ വലിയ ക്ഷീണം നിഴലിച്ചിരുന്നു. എനിക്ക് അങ്ങയെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തുപറ്റി അങ്ങയുടെ പ്രകാശത്തിന്? ഭദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൻ വളരെ വേദനയോടെ പുഞ്ചിരിച്ചു. ഞാൻ നിയമങ്ങൾ തെറ്റിച്ചു ഭദ്ര. സ്വർഗത്തിൽ നിന്നും ഒരു മനുഷ്യ സ്ത്രീയെ പ്രണയിക്കാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു. എന്റെ ശരീരത്തിലെ പ്രകാശം കുറയുകയാണ്. ഭൂമിയിലെ മണ്ണ് എന്റെ അമാനുഷിക ശക്തികളെ വലിച്ചെടുക്കുകയാണ്. സ്വർഗം എന്നെ തിരയുന്നുണ്ട്. ഇന്നത്തെ ഗ്രഹണം കഴിയുന്നതിന് മുൻപ് ഞാൻ തിരികെ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ദേവദൂതന്മാർ എന്നെ തേടിവരും. ഭദ്രയ്ക്ക് സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ കാരണം ഒരു സ്വർഗീയ ജീവിയുടെ ജീവൻ അപകടത്തിലായിരിക്കുന്നു. അങ്ങ് പോകൂ, എന്നെ ഉപേക്ഷിച്ചങ്ങ് പോകൂ. എന്റെ പ്രണയം അങ്ങയുടെ ജീവനെടുക്കാൻ ഞാൻ അനുവദിക്കില്ല, അവൾ ഭദ്രയോട് പറഞ്ഞു. എനിക്ക് പോകാൻ കഴിയില്ല ഭദ്ര. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. സ്വർഗത്തിലെ നൂറുകണക്കിന് വർഷങ്ങളെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നോടൊപ്പമുള്ള ഈ ഭൂമിയിലെ ഒരു നിമിഷമാണ്. പ്രണയം എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് നീയാണ്. എന്റെ ഹൃദയം ഇപ്പോൾ സ്വർഗത്തിലല്ല, അത് നിന്റെ കൈകളിലാണ്. ആ നിമിഷം ആ കൊടുങ്കാട്ടിൽ ഒരു മനുഷ്യ സ്ത്രീയും സ്വർഗീയനായ ഗന്ധർവനും തമ്മിലുള്ള ആ നിർമ്മലമായ പ്രണയം അതിന്റെ പൂർണ്ണതയിലെത്തുകയായിരുന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. അവന്റെ തണുത്ത കൈകൾ അവളുടെ മുഖത്ത് സ്പർശിച്ചു. ആ സ്പർശനത്തിൽ ഭൂമിയിലെ മുഴുവൻ വേദനകളും ഇല്ലാതാകുന്നതായി അവൾക്ക് തോന്നി. പക്ഷേ അവരുടെ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. പെട്ടെന്ന് ആകാശത്ത് വലിയൊരു മാറ്റം സംഭവിച്ചു. ഗ്രഹണത്തിന്റെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് വലിയൊരിടിമുഴക്കത്തോടെ ആകാശം പിളർന്നു. ഒരു വലിയ വെള്ളിടി കാടിന് നടുവിലേക്ക് വീണു. ഭൂമി കുലുങ്ങി.
കാറ്റുകൾ ഒരു ചുഴലിക്കാറ്റായി മാറി പാലമരത്തെ പിടിച്ചുകുലുക്കി. ആകാശത്തു നിന്നും കണ്ണഞ്ചിക്കുന്ന ഭയാനകമായ ഒരു നീല വെളിച്ചം താഴേക്കിറങ്ങി വരുന്നത് ഭദ്ര കണ്ടു. ആ വെളിച്ചത്തിന്റെ ശക്തിയിൽ അവളുടെ കണ്ണുകൾ അന്ധമാകുന്നതുപോലെ തോന്നി. ഗന്ധർവന്റെ മുഖത്ത് ആദ്യമായി ഭയം നിഴലിച്ചു. അവൻ ഭദ്രയെ തന്റെ പുറകിൽ മാറ്റി നിർത്തി. അവർ വന്നുകഴിഞ്ഞു ഭദ്ര. സ്വർഗത്തിന്റെ കാവൽക്കാർ, എന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാറ്റിന്റെ ഇരമ്പൽ കാതടപ്പിക്കുന്നതായിരുന്നു. നീല വെളിച്ചം അവരെ രണ്ടുപേരെയും വലഞ്ഞുകഴിഞ്ഞു. ആ വെളിച്ചത്തിനുള്ളിൽ നിന്നും അദൃശ്യരായ രൂപങ്ങൾ അവനെ വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി ഭദ്രയ്ക്ക് തോന്നി. നീല വെളിച്ചം ആ കൊടുംകാടിനെ മുഴുവൻ വിഴുങ്ങിയിരിക്കുന്നു. ഗ്രഹണത്തിന്റെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ആകാശത്തു നിന്നും താഴേക്ക് പതിച്ച ആ പ്രകാശസ്തംഭം ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതുപോലെയാണ് ഭദ്രയ്ക്ക് അനുഭവപ്പെട്ടത്. അവളുടെ കണ്ണുകൾക്ക് ആ പ്രകാശത്തെ നേരിടാൻ കഴിഞ്ഞില്ല. അവൾ കൈകൾ കൊണ്ട് മുഖം മറച്ചു. ചുഴലിക്കാറ്റുപോലെ വീശിയടിക്കുന്ന കാറ്റിൽ കൂറ്റൻ മരങ്ങൾ പോലും കടപുഴകി വീഴാൻ തുടങ്ങിയിരുന്നു. ആ പ്രകാശത്തിനുള്ളിൽ സ്വർഗത്തിൽ നിന്നുള്ള കാവൽക്കാരുണ്ടായിരുന്നു. അവർക്ക് മനുഷ്യരുടെ രൂപമില്ലായിരുന്നു. പകരം അതിശക്തമായ ഊർജത്തിൻ്റെ, അന്ധതയുണ്ടാക്കുന്ന വെളിച്ചത്തിൻ്റെ രൂപമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ച ഗന്ധർവനെ തിരികെ കൊണ്ടുപോകാൻ, അവനെ ബന്ധിക്കാൻ അവർ വന്നിരിക്കുകയാണ്. ഭദ്ര തൻ്റെ കണ്ണുകൾ പാതി തുറന്നു നോക്കി. ആ കാഴ്ച അവളുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. സ്വർണ്ണ നിറമുള്ള തൻ്റെ പ്രിയപ്പെട്ട ഗന്ധർവനെ ആ നീല വെളിച്ചം വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. അദൃശ്യമായ ചങ്ങലകളാൽ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവനിൽ നിന്നും പുറത്തു വന്നിരുന്ന ആ സ്വർഗീയ പ്രകാശം ഓരോ നിമിഷവും മങ്ങിക്കൊണ്ടിരുന്നു. ഭൂമിയിലെ പ്രണയം അവനെ ദുർബലനാക്കിയിരിക്കുന്നു. വേണ്ട, അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. എന്നെ കൊണ്ടുപോകൂ. എൻ്റെ ജീവൻ എടുത്തോളൂ. കാറ്റിൻ്റെ ഇരമ്പലിനെ മറികടക്കാൻ ഭദ്ര സർവശക്തിയും എടുത്ത് ഉറക്കെ അലറിക്കരഞ്ഞു. അവൾ അവനടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ ആ സ്വർഗീയ പ്രകാശത്തിന് ചുറ്റുമുള്ള ഒരദൃശ്യ മതിൽ അവളെ പുറകോട്ട് തെറിപ്പിച്ചു. അവൾ വലിയൊരു വേരിന്മേൽ തട്ടി നിലത്തേക്ക് വീണു. അവളുടെ നെറ്റി പൊട്ടി രക്തം വാർന്നു. ഗന്ധർവൻ വലിയ വേദനയോടെ അവളുടെ നേരെ തിരിഞ്ഞു. ആ നീലപ്രകാശത്തിൻ്റെ തടവറയ്ക്കുള്ളിൽ നിന്നുപോലും അവൻ്റെ കണ്ണുകൾ അവളെ തിരയുകയായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അനങ്ങി. ശബ്ദം പുറത്തു വന്നില്ലെങ്കിലും അവൻ്റെ മനസ്സിലെ വാക്കുകൾ കാറ്റിലൂടെ ഭദ്രയുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കേട്ടു. കരയരുത് ഭദ്ര. സ്വർഗത്തിന് എൻ്റെ ശരീരത്തെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. എൻ്റെ സംഗീതം, എൻ്റെ പ്രണയം അതീ മണ്ണിലുണ്ട്. അത് നിന്നിലുണ്ട്. പ്രപഞ്ചം അവസാനിച്ചാലും ഈ പ്രണയം അവസാനിക്കില്ല. അവൻ തൻ്റെ വലതുകൈ പതുക്കെ അവൾക്ക് നേരെ നീട്ടി. അവൻ്റെ വിരലുകളിൽ നിന്നും പ്രകാശമാനമായ ഒരു ചെറിയ പ്രകാശം അടർന്നുമാറി കാറ്റിലൂടെ പറന്ന് ഭദ്രയുടെ അടുത്തേക്ക് വന്നു. അതൊരു വാടാത്ത പാലപ്പൂവായിരുന്നു. പ്രകാശത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്വർഗീയ പുഷ്പം. അതവളുടെ കൈവെള്ളയിൽ വന്നു വീണതും ആ പ്രകാശം അവളുടെ ശരീരത്തിലേക്ക് ഇഴുകിച്ചേർന്നു. അവളുടെ മുറിവുകൾ കരിഞ്ഞു. അവളുടെ ഉള്ളിലെ ഭയം ഇല്ലാതായി. അവൻ അവൾക്ക് നൽകിയ അവസാനത്തെ സമ്മാനമായിരുന്നു അത്. അവൻ്റെ പ്രാണന്റെ ഒരംശം. പെട്ടെന്ന് ആകാശത്ത് വീണ്ടും ഇടിമുഴങ്ങി. ആ പ്രകാശസ്തംഭം പതുക്കെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ഗന്ധർവന്റെ രൂപം ഭൂമിയിൽ നിന്നും അകന്നകന്നുപോയി. ഭദ്ര നിലത്തുകിടന്നുകൊണ്ട് കൈകൾ മുകളിലേക്ക് നീട്ടി വാവിട്ട് കരഞ്ഞു. എന്നെ തനിച്ചാക്കി പോകരുതേ. ഞാൻ എങ്ങനെ ജീവിക്കും? ഈ ഭൂമിയിൽ എനിക്കിനി ആരുണ്ട്? അവളുടെ വിലാപം കാടിൻ്റെ നിശ്ശബ്ദതയിൽ അലിഞ്ഞു ചേർന്നു. ക്രമേണ ആ നീല വെളിച്ചം ആകാശത്തെ മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞുപോയി. ചന്ദ്രനെ മറച്ചിരുന്ന ഗ്രഹണത്തിൻ്റെ ഇരുട്ട് മാറിത്തുടങ്ങി. ആകാശം വീണ്ടും പഴയതുപോലെ ശാന്തമായി. കാറ്റ് നിന്നു. പ്രകൃതി മുഴുവൻ വലിയൊരു ശൂന്യതയിലേക്ക് വഴുതി വീണു. ആ കാട്ടിലിപ്പോൾ ഭദ്ര മാത്രമാണുള്ളത്. മുകളിൽ നക്ഷത്രങ്ങൾ ഒരു ഭാവഭേദവുമില്ലാതെ തിളങ്ങി നിൽക്കുന്നു. അവൻ പോയിരിക്കുന്നു. എന്നേക്കുമായി അവൻ അവളിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. ഭദ്ര ആ പാലമരത്തിൻ്റെ വേരുകളിൽ കെട്ടിപ്പിടിച്ച് ബോധരഹിതയായി വീണു. പിറ്റേന്ന് രാവിലെ ശ്രീപുരം ഗ്രാമത്തിലെ ആളുകൾ അവളെ തിരക്കി കാട്ടിലെത്തി. പാലമരച്ചുവട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭദ്രയെ കണ്ട് അവർ ഞെട്ടി. ഗ്രാമത്തിലെ വൈദ്യരും മന്ത്രവാദിയും ഓടിയെത്തി. എല്ലാവരും വിചാരിച്ചത് അവളെ ഏതെങ്കിലും ദുഷ്ടശക്തികൾ ആക്രമിച്ചു എന്നാണ്. എന്നാൽ മന്ത്രവാദി അവളുടെ നാഡി പിടിച്ചു നോക്കിയപ്പോൾ ആ മുഖത്തു വലിയൊരു അമ്പരപ്പ് നിറഞ്ഞു. ഇവളുടെ സിരകളിൽ ഓടുന്നത് സാധാരണ മനുഷ്യന്റെ രക്തമല്ല. അതിൽ ഒരു അമാനുഷിക ശക്തി കലർന്നിരിക്കുന്നു. സ്വർഗം ഇവളെ സ്പർശിച്ചിരിക്കുന്നു. മന്ത്രവാദി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഗ്രാമത്തിലുള്ളവർ ഭയത്തോടെ അവളെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. ദിവസങ്ങൾ കഴിഞ്ഞാണ് ഭദ്രയ്ക്ക് ബോധം വന്നത്. എന്നാൽ ബോധം വന്നതിന് ശേഷം
അവൾ പഴയ ഭദ്രയായിരുന്നില്ല. അവളുടെ ചുണ്ടുകളിലെ ചിരി മാഞ്ഞുപോയിരുന്നു. അവൾ ആരോടും സംസാരിച്ചില്ല. അവളുടെ കണ്ണുകൾ എപ്പോഴും ദൂരെയുള്ള ആ കാടിൻ്റെ അതിർത്തിയിലേക്കും അതിനു മുകളിലെ ആകാശത്തേക്കും നീണ്ടിരുന്നു. ഗ്രാമത്തിലുള്ളവർ അവളെ ഒരു ഭ്രാന്തിയെപ്പോലെ കണ്ടു. ചിലർ അവളെ ഭയന്നു, മറ്റു ചിലർ സഹതപിച്ചു. ആരും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. ഭദ്രയ്ക്കും അതുതന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം അവളുടെ ഹൃദയം എന്നോ ഒരാൾക്ക് സ്വന്തമായി കഴിഞ്ഞിരുന്നു. ഭൂമിയിലെ ഒരു മനുഷ്യനും ഇനി ആ ഹൃദയത്തിൽ സ്ഥാനമില്ല. വർഷങ്ങൾ കടന്നുപോയി. കാലചക്രം വേഗത്തിൽ തിരിഞ്ഞു. ശ്രീപുരം ഗ്രാമത്തിൽ പല മാറ്റങ്ങളും വന്നു. പുതിയ തലമുറകൾ വന്നു. പഴയ ആളുകൾ മൺമറഞ്ഞു. ഭദ്രയുടെ യൗവനം കൊഴിഞ്ഞുപോയി. അവളുടെ നീണ്ട കറുത്ത മുടി നരച്ചു തുടങ്ങി. മുഖത്ത് ചുളിവുകൾ വീണു. ഗ്രാമത്തിൻ്റെ ഒരറ്റത്തുള്ള ചെറിയൊരു കുടിലിൽ അവൾ തനിച്ചാണ് താമസിച്ചിരുന്നത്. ദിവസവും സന്ധ്യയാകുമ്പോൾ അവൾ ആ കാടിൻ്റെ അതിർത്തിയിൽ പോയി നിൽക്കും. ആ പാലമരത്തിന് ചുവട്ടിൽ മണിക്കൂറുകളോളം ഇരിക്കും. ആരെങ്കിലും ചോദിച്ചാൽ അവൾ പറയും, അദ്ദേഹം വരും, എനിക്കായി അവൻ വരും. ആളുകൾ അവളെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. പക്ഷെ ഭദ്രയ്ക്കറിയാമായിരുന്നു, അവൻ നൽകിയ ആ വാടാത്ത പാലപ്പൂവിൻ്റെ പ്രകാശം ഇപ്പോഴും അവളുടെ നെഞ്ചിലെരിയുന്നുണ്ടെന്ന്. അങ്ങനെയിരിക്കെ ഭദ്രയ്ക്ക് വളരെ പ്രായമായ ഒരു കാലം. അവൾക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള സമയം. അതൊരു പൗർണമി രാത്രിയായിരുന്നു. ഗ്രാമം മുഴുവൻ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ പഴയ പ്രതിഭാസം വീണ്ടും ആവർത്തിച്ചു. അവളുടെ കുടിലിൻ്റെ ജനലിലൂടെ വല്ലാത്തൊരു കാറ്റ് വീശി. ആ കാറ്റിന് അസാധാരണമായ മത്തുപിടിപ്പിക്കുന്ന പാലപ്പൂവിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ഭദ്രയുടെ ചുളിവു വീണ കണ്ണുകൾ വിടർന്നു. അവളുടെ ഹൃദയമിടിപ്പ് 18 വയസ്സുകാരിയായ ഭദ്രയെപ്പോലെ വേഗത്തിലായി. അവൾ കാതുകൾ കൂർപ്പിച്ചുവെച്ചു. അതെ, അവൾക്കത് കേൾക്കാം. വർഷങ്ങൾക്ക് മുൻപ് ആ കൊടും കാട്ടിൽ നിന്നും ഉയർന്നുവന്ന അതേ പുള്ളാങ്കുഴൽ നാദം. ഒരു വ്യത്യാസവുമില്ലാതെ അതേ മാസ്മരികതയോടെ ആ സംഗീതം വീണ്ടും ഒഴുകി വരികയാണ്. ആ രാത്രി ഭദ്രയ്ക്ക് തൻ്റെ പ്രായവും ക്ഷീണവും അസുഖങ്ങളും എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ആ പുള്ളാങ്കുഴൽ നാദം കേട്ട നിമിഷം അവളുടെ ശരീരത്തിൽ പുതിയൊരു ഊർജം നിറഞ്ഞു. കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ അവൾ എഴുന്നേറ്റു. വർഷങ്ങളായി അവൾ ഉപയോഗിച്ചിരുന്ന ഊന്നുവടി അവിടെ ഉപേക്ഷിച്ച് അവൾ വീടിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഗ്രാമം. ദൂരെ കാടിൻ്റെ അതിർത്തിയിൽ ആ വലിയ പാലമരം പൂത്തു നിൽക്കുന്നു. അതിനു താഴെ, അതെ, നിലാവിനേക്കാൾ തിളക്കമുള്ള സ്വർണ്ണ നിറത്തിലുള്ള ആ അമാനുഷിക രൂപം. കാലം അവനിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആദ്യമായി അവനെ കണ്ട അതേ പൂർണ്ണതയോടെ, അതേ പുഞ്ചിരിയോടെ അവൻ അവൾക്കായി കാത്തുനിൽക്കുന്നു. ഭദ്രയുടെ കണ്ണുകളിൽ നിന്നും സന്തോഷാശ്രുക്കൾ ഒഴുകി. അവൾ പതുക്കെ പതുക്കെ അവനടുത്തേക്ക് നടന്നു. അവൾ പാലമരത്തിന് താഴെ എത്തിയതും അവൻ തൻ്റെ കൈകൾ അവൾക്ക് നേരെ നീട്ടി. ആ നിമിഷം ഭദ്രയുടെ ശരീരത്തിൽ നിന്നും ചുളിവുകൾ മായുന്നതായി അവൾക്ക് തോന്നി. നരച്ച മുടിയിഴകൾ വീണ്ടും കറുത്തു. നൊമ്പരങ്ങൾ നിറഞ്ഞ ഭൂമിയിലെ ആ ശരീരം ഉപേക്ഷിച്ച് അവളുടെ ആത്മാവ് പ്രകാശമാനമായ ഒരു രൂപമായി അവനിലേക്ക് അലിഞ്ഞു ചേർന്നു. പിന്നീട് വലിയൊരു കാറ്റ് വീശി. പാലപ്പൂക്കൾ മഴ പോലെ പെയ്തിറങ്ങി. ആ നിലാവിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു രഥത്തിൽ ഗന്ധർവൻ തൻ്റെ പ്രണയിനിയെയും കൂട്ടി ആകാശത്തേക്ക് മടങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ ഭദ്രയെ അന്വേഷിച്ച് അവളുടെ കുടിലിലെത്തി. വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കിടക്കയിൽ അവളില്ല. ഗ്രാമം മുഴുവൻ അവളെ തിരഞ്ഞു. ഒടുവിൽ കാടിൻ്റെ അതിർത്തിയിലുള്ള ആ പാലമരത്തിന് ചുവട്ടിൽ അവർ എത്തി. അവിടെ ഭദ്രയുണ്ടായിരുന്നില്ല. എന്നാൽ ആ മരച്ചുവട്ടിൽ മണ്ണിൽ പതിവില്ലാത്ത വിധം കൊഴിഞ്ഞു വീണ ആയിരക്കണക്കിന് പാലപ്പൂക്കൾ അവർ കണ്ടു. ആ പൂക്കൾക്കിടയിൽ ഭദ്ര എപ്പോഴും ധരിക്കാറുള്ള പഴയ ഒരു വള കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും അപ്പോഴും അതിതീവ്രമായ പാലപ്പൂവിൻ്റെ സുഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിലെ പ്രായമായ കാരണവർ ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി പറഞ്ഞു, അവൾ പോയി. കാലം കാത്തുവെച്ച പ്രണയം അവളെ കൊണ്ടുപോയി. അവൾ ഇനി തിരികെ വരില്ല. ഗന്ധർവന്റെ പാതിയായി അവൾ സ്വർഗത്തിൽ ജീവിക്കും. ആ സംഭവത്തിന് ശേഷം ഭദ്രയെ ആരും കണ്ടിട്ടില്ല. ഭദ്രയുടെ ശരീരം എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ രഹസ്യമായി തുടരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. നൂറ്റാണ്ടുകൾ മാറിമറിഞ്ഞു. ആ കൊച്ചു ഗ്രാമം ഇന്ന് വലിയൊരു നഗരമായി മാറിയിട്ടുണ്ടാകാം. കാടുകൾ വെട്ടിത്തെളിക്കപ്പെട്ടിട്ടുണ്ടാകാം. പഴയ പാലമരങ്ങൾ പലതും ഇല്ലാതായിട്ടുണ്ടാകാം. പക്ഷേ ഭദ്രയുടെയും ഗന്ധർവന്റെയും കഥ അവിടെ അവസാനിച്ചില്ല. അതൊരു ഐതിഹ്യമായി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇന്നും ആ നാട്ടിലെ മുത്തശ്ശിമാർ തങ്ങളുടെ പേരക്കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞുകൊടുക്കാറുണ്ട്. ഭദ്രയുടെ കഥ വെറുമൊരു മിത്താണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. മനുഷ്യരുടെ സങ്കല്പങ്ങൾ മാത്രമാണെന്ന് ശാസ്ത്രം പറയുന്നവരുണ്ട്. എന്നാൽ ഇന്നും വർഷത്തിലൊരു പ്രത്യേക പൗർണമി രാത്രിയിൽ
ആ പഴയ കാടിന്റെ ഭാഗത്തു നിന്നും വളരെ നേർത്ത ഒരു പുല്ലാങ്കുഴൽ നാദം കേൾക്കാറുണ്ടെന്ന് ചിലർ പറയുന്നു. ആ രാത്രികളിൽ വായുവിൽ അറിയാതെ ഒരു പാലപ്പൂവിന്റെ ഗന്ധം നിറയാറുണ്ടെന്ന് രാത്രിയാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ആ സംഗീതം കേൾക്കുമ്പോൾ ഭൂമിയിലെ ഏതോ കാമുകന്മാർ തങ്ങളുടെ പ്രണയം ഒന്നുകൂടി ചേർത്ത് പിടിക്കുന്നുണ്ടാകാം. സ്വർഗത്തിലെ ഗായകർ മനുഷ്യരെ പ്രണയിക്കുമോ? അമാനുഷിക ശക്തികൾക്ക് ഹൃദയമുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ആർക്കുമില്ല. മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറത്താണ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മാന്ത്രിക വിദ്യ പ്രണയം തന്നെയാണ്. അത് അതിരുകൾക്കപ്പുറമാണ്. അത് ജീവനുള്ളവരും ഇല്ലാത്തവരും തമ്മിലാകാം, മനുഷ്യനും പ്രകൃതിയും തമ്മിലാകാം, അഥവാ ഭൂമിയും സ്വർഗവും തമ്മിലാകാം. ഭദ്രയുടെ പ്രണയം അവളെ സ്വർഗത്തോളം ഉയർത്തി. സ്വന്തം ശക്തി നഷ്ടപ്പെട്ടിട്ടും ഗന്ധർവൻ അവൾക്കായി തിരികെ വന്നു. കാരണം മരണമോ നിയമങ്ങളോ പ്രണയത്തെ തടയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ പ്രപഞ്ചത്തെ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം നിഗൂഢതകൾ അത് നിങ്ങൾക്ക് മുന്നിൽ തുറന്നിടും. അടുത്ത തവണ രാത്രിയിൽ തണുത്ത കാറ്റടിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു പാലപ്പൂവിന്റെ ഗന്ധം നിങ്ങളുടെ മൂക്കിലേക്കൊഴുകിയെത്തിയാൽ കണ്ണുകളടച്ച് ആ കാറ്റിന്റെ സംഗീതം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കും കേൾക്കാൻ കഴിഞ്ഞേക്കാം ആ അദൃശ്യനായ ഗന്ധർവന്റെ വേണുഗാനം. കാരണം ചില പ്രണയങ്ങൾ ഭൂമിയിൽ അവസാനിക്കില്ല, അവ സ്വർഗത്തിൽ തുടരുന്നു. ഭദ്രയുടെയും ഗന്ധർവന്റെയും കഥ അവിടെ അവസാനിച്ചു എന്നാണ് ശ്രീപുരം ഗ്രാമത്തിലുള്ളവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കാലം എത്ര കടന്നുപോയാലും ചില രഹസ്യങ്ങൾ പൂർണ്ണമായി മാഞ്ഞുപോകില്ല. അവ പ്രകൃതിയുടെ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിപ്പുണ്ടാകും, വീണ്ടും ഒരിക്കൽ കൂടി ആരെങ്കിലും തേടിയെത്താൻ വേണ്ടി. വർഷം 2026. ഭദ്ര ജീവിച്ചിരുന്ന ആ പഴയ ശ്രീപുരം ഗ്രാമം ഇന്നില്ല. അവിടെ വീതിയേറിയ ടാർ റോഡുകൾ വന്നു. കാടുകളുടെ വലിയൊരു ഭാഗം വെട്ടിത്തെളിച്ച് വലിയ റിസോർട്ടുകളും എസ്റ്റേറ്റുകളും പടുത്തുയർത്തി. പഴയ ഓലമേഞ്ഞ വീടുകൾക്ക് പകരം വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നു. മനുഷ്യർ മാറി, അവരുടെ വിശ്വാസങ്ങൾ മാറി. ഗന്ധർവനും യക്ഷിയുമൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് പുതിയ തലമുറ ഉറപ്പിച്ചു പറഞ്ഞു. എങ്കിലും ആ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് ഇന്നും വെട്ടിത്തെളിക്കാത്തൊരു കാടുണ്ട്. സർക്കാർ സംരക്ഷിത വനമായി പ്രഖ്യാപിച്ച ആ കൊടുങ്കാടിനുള്ളിലേക്ക് പകൽ പോലും ആരും പോകാറില്ല. കാടിന്റെ അതിർത്തിയിൽ ഇപ്പോഴും 100 കണക്കിന് വർഷം പഴക്കമുള്ള വലിയ വേരുകളുള്ള ഒരു പാലമരം നിൽപ്പുണ്ട്. ഭദ്രയും ഗന്ധർവനും തമ്മിലുള്ള ആ സ്വർഗീയ പ്രമേയത്തിന് സാക്ഷ്യം വഹിച്ച അതേ പാലമരം. ഈ കഥ വീണ്ടും തുടങ്ങുന്നത് ദേവൻ എന്ന ചെറുപ്പക്കാരനിലൂടെയാണ്. ദേവൻ ഒരു സാധാരണക്കാരനല്ല. പഴയകാല നാടോടിക്കഥകളെക്കുറിച്ചും ഫോക്ലോർ സംഗീതത്തെക്കുറിച്ചും ഗവേഷണം നടത്തുന്ന ഒരു ഓഡിയോ ആർക്കിവിസ്റ്റാണവൻ. അന്യം നിന്നുപോകുന്ന കാട്ടുപാട്ടുകളും താളങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക എന്നതാണ് അവന്റെ ജോലി. തന്റെ ഗവേഷണത്തിന്റെ ഭാഗമായാണ് അവൻ ശ്രീപുരത്തെത്തുന്നത്. ശ്രീപുരത്തെ പഴയ ഒരു ചായക്കടയിലിരുന്ന് ഗ്രാമത്തിലെ പ്രായമായ ഒരാളോട് സംസാരിക്കുമ്പോഴാണ് ദേവൻ ആദ്യമായി ആ ഗന്ധർവ കഥ കേൾക്കുന്നത്. ചായക്കടയിലെ കാരണവർ പറഞ്ഞു, മോനെ, നീ പാട്ടുകൾ തേടിയാണ് വന്നതെങ്കിൽ ഈ ഗ്രാമത്തിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പാട്ട് ഞങ്ങളുടെ നാട്ടുകാരുടേതല്ല, അതാ കാടിൻ്റേതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന ഭദ്ര എന്ന പെൺകുട്ടിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ആ ഗന്ധർവന്റെ പുല്ലാങ്കുഴൽ പാട്ട്. പൗർണമി രാത്രികളിൽ ആ കാടിന്റെ അതിർത്തിയിൽ നിന്നാൽ ഇന്നും അത് കേൾക്കാം. പക്ഷെ ആരും അവിടെ പോകാറില്ല. പോയാൽ പിന്നെ അവർക്ക് ഈ ലോകത്തേക്ക് തിരികെ വരാൻ കഴിയില്ല. കാരണവരുടെ വാക്കുകൾ കേട്ട് ചായക്കടയിലുണ്ടായിരുന്ന ചെറുപ്പക്കാർ കളിയാക്കി ചിരിച്ചു. മുത്തശ്ശിമാർ പേടിപ്പിക്കാൻ പറയുന്ന കഥകൾ വിശ്വസിച്ച് നടക്കുകയാണ് ഈ കാരണവർ എന്നവർ പറഞ്ഞു. എന്നാൽ ദേവനത് വെറുമൊരു കഥയായി തോന്നിയില്ല. അവന് വലിയ ആകാംക്ഷ തോന്നി. പല നാടുകളിൽ യാത്ര ചെയ്ത് പലതരം മിത്തുകൾ അവൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നും കേൾക്കാൻ കഴിയുന്ന ഒരു അദൃശ്യ സംഗീതം, ഒരു ഗന്ധർവന്റെ നാദം, അത് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്റെ ഗവേഷണ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായിരിക്കുമത്. അതൊരു പൗർണമി രാത്രിയായിരുന്നു. ഗ്രാമം ഉറങ്ങാൻ തുടങ്ങി. തന്റെ വിലപിടിപ്പുള്ള ഓഡിയോ റെക്കോർഡിംഗ് ഉപകരണങ്ങളും ഹൈ ഡെഫിനിഷൻ മൈക്രോഫോണുകളുമായി ദേവൻ കാടിന്റെ അതിർത്തിയിലേക്ക് നടന്നു. ചുറ്റും കൊടുമിരുട്ട്. മൊബൈൽ ഫോണിലെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ പതുക്കെ നടന്നു. അവനു ഭയമുണ്ടായിരുന്നില്ല, പകരം അറിയാനുള്ള ആവേശം മാത്രമായിരുന്നു. അവൻ ആ പഴയ പാലമരത്തിന്റെ ചുവട്ടിലെത്തി. നിലാവ് മരച്ചില്ലകളിലൂടെ താഴേക്ക് വീഴുന്നുണ്ട്. രാത്രിയിലെ കാറ്റിന് വല്ലാത്തൊരു തണുപ്പായിരുന്നു. തന്റെ ഉപകരണങ്ങൾ ഓൺ ചെയ്ത് അവൻ കാടിന് നേരെ തിരിഞ്ഞുവെച്ചു. ഹെഡ്ഫോൺ ചെവിയിൽ വെച്ചവൻ കാത്തിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ചീവീടുകളുടെ ശബ്ദവും കാറ്റിൽ ഇലകൾ അനങ്ങുന്ന ശബ്ദവുമല്ലാതെ മറ്റൊന്നും അവൻ കേട്ടില്ല. ഇതൊക്കെ വെറും തോന്നലുകളാണ്. ഒരു മനുഷ്യനുമില്ലാത്ത ഈ കാട്ടിൽ എന്ത് പുല്ലാങ്കുഴൽ കേൾക്കാൻ? അവൻ സ്വയം പിറുപിറുത്തുകൊണ്ട് ഉപകരണങ്ങൾ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അവന്റെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിന്റെ താപനില ഗണ്യമായി കുറഞ്ഞു.
വല്ലാത്തൊരു മരവിപ്പ് അവൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. അവൻ പെട്ടെന്ന് തൻ്റെ ക്യാമറയും മൈക്കും പരിശോധിച്ചു. മൈക്രോഫോണിൻ്റെ മീറ്ററിൽ അസാധാരണമായ ഒരു സിഗ്നൽ കാണിക്കുന്നു. മനുഷ്യരുടെ ചെവികൾക്ക് കേൾക്കാൻ കഴിയാത്തത്ര കുറഞ്ഞ ഫ്രീക്വൻസിയിൽ ഏതോ ഒരു ശബ്ദം ആ കാട്ടിൽ നിന്നും വരുന്നുണ്ട്. അവൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ ഹെഡ്ഫോണിൻ്റെ ശബ്ദം കൂട്ടിവെച്ചു. അതെ, അവൾക്കത് കേൾക്കാം. വളരെ ദൂരെ നിന്നും ഇലകളുടെ മർമ്മരങ്ങൾക്കിടയിലൂടെ ഒരു നേർത്ത മണിനാദം പോലെ അതൊരു പുല്ലാങ്കുഴലിൻ്റെ ശബ്ദമായി മാറുകയാണ്. ഒരു മനുഷ്യൻ്റെയും ശ്വാസത്തിന് ഇത്രയും ദീർഘമായി ഒരു വാദ്യം വായിക്കാൻ കഴിയില്ല. അതൊരു അമാനുഷിക സംഗീതമായിരുന്നു. അതേ നിമിഷം കാറ്റിലൂടെ വളരെ രൂക്ഷമായ ഒരു ഗന്ധം അവനിലേക്കൊഴുകിയെത്തി. നൂറുകണക്കിന് പാലപ്പൂക്കൾ ഒരുമിച്ചു വിരിയുന്നതുപോലുള്ള മത്തുപിടിപ്പിക്കുന്ന സുഗന്ധം. അവൻ വേഗത്തിൽ തൻ്റെ റെക്കോർഡിംഗ് ബട്ടൺ അമർത്തി. എന്നാൽ അടുത്ത നിമിഷം സംഭവിച്ചത് അവനെ ശരിക്കും ഭയപ്പെടുത്തി. ആ സംഗീതം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതും അവൻ്റെ ഉപകരണങ്ങളിലെ ലൈറ്റുകൾ ഒന്നൊന്നായി മിന്നിത്തെളിയാൻ തുടങ്ങി. സ്ക്രീനിൽ അക്ഷരങ്ങൾ വികലമളായി. ആ മാന്ത്രിക സംഗീതത്തെ ഉൾക്കൊള്ളാൻ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാട്ടിനുള്ളിൽ നിന്നും ഒരു വലിയ കാറ്റ് വീശി. പാലമരത്തിൽ നിന്നും പൂക്കൾ അവനുമേൽ പെയ്തിറങ്ങി. അവൻ ഭയത്തോടെ മുകളിലേക്ക് നോക്കി. ആ ഇരുട്ടിൽ പാലമരത്തിൻ്റെ ഉയർന്ന ചില്ലകൾക്കിടയിൽ തിളങ്ങുന്ന ആ കണ്ണുകൾ കണ്ടതും ദേവന്റെ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി. അവൻ പുറകോട്ടു മാറി. കയ്യിലിരുന്ന മൊബൈൽ ഫോൺ താഴെ വീണുപോയി. പെട്ടെന്ന് ആ വെളിച്ചം അവിടെ നിന്നും മാഞ്ഞു. കാറ്റ് ശാന്തമായി. കാട് വീണ്ടും പഴയതുപോലെ നിശബ്ദമായി. ദേവൻ വേഗത്തിൽ ഫോൺ കുനിഞ്ഞെടുത്തു. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണ് താൻ ഇപ്പോൾ കണ്ടത്? അതൊരു മൃഗമായിരുന്നോ? അല്ല, മൃഗങ്ങളുടെ കണ്ണുകൾക്ക് ഇത്രയും തിളക്കമുണ്ടാകില്ല. അതൊരു നക്ഷത്രം താഴേക്കിറങ്ങി വന്നതുപോലെയാണ് അവന് തോന്നിയത്. അവൻ വേഗത്തിൽ തൻ്റെ റെക്കോർഡിംഗ് ബട്ടൺ ഓഫ് ചെയ്യാൻ നോക്കി. പക്ഷേ അവയൊന്നും പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അവൻ്റെ മൈക്രോഫോണിൽ നിന്നും ഇപ്പോഴും ആ പുല്ലാങ്കുഴൽ നാദം പതുക്കെ കേൾക്കുന്നുണ്ട്. അത് ഹെഡ്ഫോണിലൂടെയല്ല, അവൻ്റെ മനസ്സിലൂടെയാണ് കേൾക്കുന്നതെന്ന് അവന് തോന്നിത്തുടങ്ങി. ആ സംഗീതം അവനെ കാടിനുള്ളിലേക്ക് വിളിക്കുന്നത് പോലെ. വേണ്ട, തിരികെ പോകണം. അവൻ്റെ യുക്തി അവനോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ സംഗീതത്തിൻ്റെ ലഹരിയിൽ, ആ പാലപ്പൂവിൻ്റെ ഗന്ധത്തിൽ അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അവനറിയാതെ തന്നെ അവൻ്റെ കാലുകൾ കാടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. വലിയ മുള്ളുകളും വള്ളികളും നിറഞ്ഞ കാട്. അതിലൂടെ അവനൊരു സ്വപ്നത്തിൽ നടക്കുന്നതുപോലെ നടന്നു. എത്ര ദൂരം നടന്നു എന്നവന് തന്നെ ഓർമ്മയില്ല. മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചം അണഞ്ഞുപോയിരുന്നു. ബാറ്ററി തീർന്നതല്ല, ആ കാടിനുള്ളിലെ ഏതോ അദൃശ്യമായ കാന്തിക ശക്തി ആ ഉപകരണങ്ങളെയെല്ലാം നിർജീവമാക്കിയിരുന്നു. പെട്ടെന്ന് ആ സംഗീതം നിന്നു. ദേവൻ ചുറ്റും നോക്കി. അവൻ കാടിന്റെ വളരെ ഉള്ളിൽ എത്തിപ്പെട്ടിരിക്കുന്നു. വലിയ പാറക്കെട്ടുകൾക്ക് നടുവിൽ നിൽക്കുകയാണവൻ. അവിടെ നിലാവെളിച്ചം വളരെ കുറവാണ്. താൻ വഴിതെറ്റിയിരിക്കുന്നു എന്നവന് മനസ്സിലായി. ഭയം അവനെ പൂർണ്ണമായും കീഴടക്കി. ഹലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? അവൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. അവന്റെ ശബ്ദം ആ പാറക്കെട്ടുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. മറുപടിയായി പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും ഒരു ചെറിയ ചിരി കേട്ടു. അതൊരു മനുഷ്യന്റെ ചിരിയായിരുന്നില്ല. കാറ്റിൽ നൂറുകണക്കിന് ചിലങ്കകൾ ഒരുമിച്ച് കിലുങ്ങുന്നതുപോലുള്ള അതിമനോഹരമായ ഒരു ശബ്ദം. ദേവൻ മുകളിലേക്ക് നോക്കി. അവിടെ ആ വലിയ പാറയുടെ മുകളിൽ അവനത് കണ്ടു. ഒരു മനുഷ്യരൂപം. പക്ഷേ അത് നിലത്ത് തൊടാതെ വായുവിൽ ഒഴുകി നിൽക്കുകയായിരുന്നു. നേർത്ത വെള്ളിത്തിറക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ച അമാനുഷിക സൗന്ദര്യമുള്ള ഒരു രൂപം. ആ രൂപത്തിൻ്റെ മുഖം അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ രൂപത്തിൽ നിന്നും വമിക്കുന്ന പ്രകാശം ആ പ്രദേശം മുഴുവൻ പ്രകാശിപ്പിച്ചു. അതൊരു ഗന്ധർവനാണോ? അതോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗന്ധർവന്റെ കൂടെ പോയ ഭദ്രയാണോ? നീ എന്തിനാണ് ഈ നിശബ്ദതയെ തേടി വന്നത്? ആ ശബ്ദം അവൻ്റെ മനസ്സിലാണ് മുഴങ്ങിയത്. ചുണ്ടുകൾ അനങ്ങാതെയാണ് ആ രൂപം അവനോട് സംസാരിക്കുന്നത്. ഞാനൊരു ഗവേഷകനാണ്. പഴയ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വന്നതാണ്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ ദേവൻ മറുപടി പറഞ്ഞു. ആ രൂപം വീണ്ടും ചിരിച്ചു. സംഗീതം വെറുമൊരു ശബ്ദമല്ല മനുഷ്യർ, അത് പ്രപഞ്ചത്തിൻ്റെ താളമാണ്. നിങ്ങളുടെ യന്ത്രങ്ങൾക്ക് അത് ഒപ്പിയെടുക്കാൻ കഴിയില്ല. അത് ഉൾക്കൊള്ളാൻ സ്നേഹം നിറഞ്ഞൊരു ഹൃദയം വേണം. ഭദ്രയ്ക്ക് അതുണ്ടായിരുന്നു. ഭദ്ര. ദേവൻ ആ പേര് കേട്ടപ്പോൾ വല്ലാത്തൊരത്ഭുതം തോന്നി. അപ്പോൾ നാട്ടുകാർ പറയുന്ന കഥ സത്യമാണോ? അതെ, അവൾ ഇവിടെയുണ്ടായിരുന്നു. അവളുടെ പ്രണയം ഈ കാടിനെ സ്വർഗമാക്കി മാറ്റി. എന്നാൽ മനുഷ്യർ അവരുടെ നിയമങ്ങൾ വെച്ച് അതിനെ നശിപ്പിക്കാൻ നോക്കി. ഒടുവിൽ സ്വർഗം അവളെ ഏറ്റെടുത്തു.
ആ ശബ്ദം അല്പം സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ നിങ്ങളാരാണ്? നിങ്ങളാ ഗന്ധർവനാണോ? ഞാൻ സമയമാണ്, ഈ കാടിൻ്റെ കാവൽക്കാരനാണ്. ഭദ്രയും അവളുടെ ഗന്ധർവനും ഈ ഭൂമി വിട്ടു പോയെങ്കിലും അവരുടെ പ്രണയത്തിൻ്റെ ഒരംശം ഈ കാട്ടിൽ അവശേഷിപ്പിച്ചു. ആ പ്രണയമാണ് ഇന്നും ഈ കാടിനെ നിലനിർത്തുന്നത്. ആ പുല്ലാങ്കുഴൽ നാദം അവരുടെ ഓർമ്മകളാണ്. പെട്ടെന്ന് അന്തരീക്ഷം മാറിമറിഞ്ഞു. ആ അദൃശ്യരൂപത്തിൻ്റെ പ്രകാശം മങ്ങാൻ തുടങ്ങി. കാറ്റ് അതിശക്തമായി വീശി. മടങ്ങിക്കൊള്ളുക, മനുഷ്യർക്ക് ഈ രഹസ്യങ്ങൾ താങ്ങാൻ കഴിയില്ല. നിന്റെ യന്ത്രങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് തിരികെ പോകുക. ഈ കാട് ഇനി ആരെയും സ്വീകരിക്കില്ല. ആ മുന്നറിയിപ്പ് ദേവന്റെ കാതുകളിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. അവൻ പെട്ടെന്ന് തന്റെ ക്യാമറയും മൈക്കും എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവയ്ക്ക് 100 കണക്കിന് കിലോ ഭാരം വെച്ചതുപോലെ അവന് തോന്നി. അവനത് നിലത്തുനിന്നും അനക്കാൻ പോലും കഴിഞ്ഞില്ല. പാറക്കെട്ടുകൾക്ക് പിന്നിൽ നിന്നും ഇരുണ്ട വലിയ രൂപങ്ങൾ അവനെ നേരെ പാഞ്ഞടുക്കുന്നതുപോലെ തോന്നി. പ്രപഞ്ചത്തിന്റെ ഏതോ അദൃശ്യമായ കാവൽക്കാർ അവനെ ആക്രമിക്കാൻ വരികയാണ്. അദൃശ്യമായ ആ ശക്തികൾ അവനെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുന്നത് കണ്ട് ദേവൻ തൻ്റെ വിലപിടിപ്പുള്ള സകല ഉപകരണങ്ങളും അവിടെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടി. ഇരുട്ടിലൂടെ, കൂർത്ത മുള്ളുകൾ നിറഞ്ഞ കാട്ടുപാതയിലൂടെ അവൻ തലങ്ങും വിലങ്ങും ഓടി. കാലുകളിൽ വള്ളിപ്പടർപ്പുകൾ കുരുങ്ങി അവൻ പലതവണ താഴെ വീണു. കൈമുട്ടുകൾ പൊട്ടി രക്തം വന്നു. പക്ഷെ വേദനയേക്കാൾ വലുതായിരുന്നു അവൻ്റെ ഉള്ളിലെ ഭയം. പിന്നിൽ നിന്നും വലിയൊരു ചുഴലിക്കാറ്റ് തന്നെ പിന്തുടരുന്നതായി അവന് തോന്നി. ആ കാറ്റിനൊപ്പം പലതരം ശബ്ദങ്ങളും അവൻ കേട്ടു. കുതിരകളുടെ കുളമ്പടി നാദങ്ങൾ, ചിലങ്കകളുടെ കിലുക്കം, പുല്ലാങ്കുഴലിൻ്റെ ഉച്ചത്തിലുള്ള വിലാപം. അതൊരു യുദ്ധഭൂമി പോലെ അനുഭവപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗന്ധർവനെ തിരികെ കൊണ്ടുപോകാൻ സ്വർഗത്തിൽ നിന്നും വന്ന കാവൽക്കാർ വീണ്ടും അവിടെ ഇറങ്ങിയതുപോലെ. എന്നെ വെറുതെ വിടൂ, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, അവൻ കിതച്ചുകൊണ്ട് ഓടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ്റെ മുന്നിൽ ഒരു വലിയ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. അത് പുറത്തേക്കുള്ള വഴിയാണെന്ന് കരുതി അവൻ ആ വെളിച്ചത്തിന് നേരെ ഓടി. എന്നാൽ ആ വെളിച്ചത്തിന് നടുവിലെത്തിയതും അവൻ സ്തംഭിച്ചുപോയി. അതൊരു പഴയ ശിവക്ഷേത്രമായിരുന്നു. കൊടുങ്കാടിനുള്ളിൽ ആരും വരാത്ത ആ പഴയ തകർന്നുപോയ ക്ഷേത്രം. ശ്രീപുലത്തെ കഥകളിൽ അവൻ കേട്ടിരുന്ന ഭദ്ര വന്ന് കണ്ട ആ പഴയ അഘോരി സന്യാസിയുടെ ക്ഷേത്രം. പക്ഷെ അത് തകർന്ന നിലയിലായിരുന്നില്ല. അത് പുതുതായി പണിതതുപോലെ പൂർണ്ണതയോടെ നിന്നിരുന്നു. മുറ്റത്ത് ഹോമകുണ്ഡത്തിൽ തീയെരിയുന്നുണ്ടായിരുന്നു. സമയം ഇവിടെ പുറകിലേക്ക് സഞ്ചരിച്ചിരിക്കുകയാണോ? താനൊരു ടൈം ട്രാവൽ ചെയ്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ശ്രീപുരത്തെത്തിയതാണോ? ദേവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ആ ഹോമകുണ്ഡത്തിന് മുന്നിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരു സന്യാസിയെ അവൻ കണ്ടു. ഭസ്മം പൂശിയ ശരീരം, നീണ്ട ജട. അദ്ദേഹം മെല്ലെ കണ്ണുകൾ തുറന്ന് ദേവനെ നോക്കി. നീ വന്ന വഴി തെറ്റാണ് മനുഷ്യനാ. ഇത് ഭൂതകാലത്തിൻ്റെ അതിർത്തിയാണ്. ഇവിടെ ജീവനുള്ളവർക്ക് സ്ഥാനമില്ല. സന്യാസിയുടെ ശബ്ദം ഒരു ഗർജനം പോലെയാണ് മുഴങ്ങിയത്. എനിക്ക് പുറത്തേക്ക് പോകണം, വഴി തെറ്റി വന്നതാണ്, ദേവൻ കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. സന്യാസി അവനെ സൂക്ഷിച്ചു നോക്കി. നിന്റെ ഉള്ളിൽ തെറ്റായ ഉദ്ദേശങ്ങളില്ല. പക്ഷെ നിങ്ങളുടെ ലോകത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. നിങ്ങളുടെ സാങ്കേതിക വിദ്യ വെച്ച് ഈ കാടിനെ അളക്കാൻ ശ്രമിക്കരുത്. ഈ ഭൂമിയിൽ ചില സ്ഥലങ്ങളുണ്ട്, അവിടെ സമയത്തിനർത്ഥമില്ല. ഇന്നലെയും ഇന്നും നാളെയുമെല്ലാം ഇവിടെ ഒന്നു തന്നെയാണ്. ഭദ്രയും ഗന്ധർവനും ഇന്നലെയല്ല, അവരിന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ട് സന്യാസി ആകാശത്തേക്ക് കൈകൾ ചൂണ്ടി. ദേവൻ മുകളിലേക്ക് നോക്കി. അവൻ്റെ ശ്വാസം നിന്നുപോയി. ആകാശത്ത് അസംഖ്യം നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ 2 നക്ഷത്രങ്ങൾ മാത്രം അസാധാരണമാം വിധം തിളക്കമുള്ളവയായിരുന്നു. ആ 2 നക്ഷത്രങ്ങളിൽ നിന്നും താഴേക്ക് ഭൂമിയിലേക്ക് പ്രകാശത്തിൻ്റെ നേർത്ത 2 നൂലുകൾ വന്ന ആ കാടിൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടായിരുന്നു. അതാണവർ, സന്യാസി പറഞ്ഞു. അവരുടെ പ്രണയം ഈ ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് പ്രപഞ്ചം അവരെ നക്ഷത്രങ്ങളാക്കി മാറ്റി. ഈ കാട് ആ നക്ഷത്രങ്ങളുടെ പ്രതിബിംബമാണ്. ഇവിടേക്ക് വരുന്നത് ആകാശത്തെ ലംഘിക്കുന്നതിന് തുല്യമാണ്. പെട്ടെന്ന് ആകാശത്തു നിന്നും വലിയൊരു ഇടിമുഴക്കമുണ്ടായി. ക്ഷേത്രവും സന്യാസിയും ഒരു പുക പോലെ അന്തരീക്ഷത്തിൽ മാഞ്ഞുപോകാൻ തുടങ്ങി. ആ കാഴ്ചകൾ വെറുമൊരു മിഥ്യയായിരുന്നോ? അതോ സമയം വീണ്ടും ആധുനിക കാലത്തേക്ക് മടങ്ങുകയാണോ? ഓടിക്കൊള്ളൂ, കിഴക്ക് ഭാഗത്തേക്ക് ഓടുക. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നീ കാട് കടക്കണം. ഇല്ലെങ്കിൽ നീയും ഈ കാട്ടിലെ ഒരു ഓർമ്മയായി മാറും. സന്യാസിയുടെ ശബ്ദം കാട്ടിൽ അലിഞ്ഞില്ലാതെയായി. ദേവൻ തിരിഞ്ഞു നോക്കാതെ ഓടി. അവൻ്റെ കാലുകൾക്ക് എവിടെ നിന്നോ വലിയൊരു ശക്തി ലഭിച്ചതുപോലെ തോന്നി. ഇരുട്ടിനെ വകഞ്ഞുമാറ്റി
ചെടികളെ വകഞ്ഞുമാറ്റി അവൻ പാഞ്ഞു. മണിക്കൂറുകൾ നീണ്ട ഓട്ടത്തിനൊടുവിൽ വെളുപ്പാൻ കാലത്ത് അവൻ ആ കാടിൻ്റെ അതിർത്തിയിലെത്തി. അവിടെ ആ പഴയ പാലമരത്തിന് ചുവട്ടിൽ അവൻ തളർന്നു വീണു. സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷികൾ ചിലച്ചു തുടങ്ങി. കാട് വീണ്ടും ഒരു സാധാരണ കാടായി മാറി. ദേവൻ കിതച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. പാലമരത്തിൽ ഒരു പൂവ് പോലും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി തൻ്റെ മേൽ പെയ്തിറങ്ങിയ ആ പൂക്കൾ എവിടെ പോയി? എല്ലാം തൻ്റെ തോന്നലുകളായിരുന്നോ? ഒരു ഭ്രാന്തൻ സ്വപ്നം. പക്ഷെ അവൻ്റെ ദേഹത്തെ മുറിവുകൾ അവനോട് പറഞ്ഞു അതൊരു സ്വപ്നമായിരുന്നില്ല എന്ന്. അന്ന് പകൽ ദേവൻ ശ്രീപുരം ഗ്രാമത്തോട് വിട പറഞ്ഞു. തൻ്റെ ലഗേജുകൾ പാക്ക് ചെയ്യുമ്പോൾ അവൻ വല്ലാതെ നിരാശനായിരുന്നു. തൻ്റെ കരിയറിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഓഡിയോ ഉപകരണങ്ങൾ ആ കൊടും കാട്ടിൽ ഉപേക്ഷിച്ചാണ് അവൻ വന്നിരിക്കുന്നത്. അത് തിരികെ എടുക്കാൻ ഇനിയൊരിക്കലും ആ കാട്ടിലേക്ക് പോകില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇന്നലെ താൻ കണ്ട കാരണവർ അവിടെയെത്തി. ദേവന്റെ ക്ഷീണിച്ച മുഖവും ദേഹത്തെ പോറലുകളും കണ്ട് അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോനെ, ആ സംഗീതം റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല എന്ന്. ആ കാട് ഗന്ധർവൻ്റേതാണ്. അവൻ നൽകാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അവിടെ നിന്നും എന്തെങ്കിലും കിട്ടുകയുള്ളൂ. ദേവൻ ഒന്നും മിണ്ടിയില്ല. അവൻ ബസ്സിൽ കയറി. നഗരത്തിലെ തൻ്റെ സ്റ്റുഡിയോയിലെത്തിയ ശേഷം ദേവന് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എത്ര ചെറുതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രപഞ്ചത്തിൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത എത്രയോ രഹസ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പെട്ടെന്ന് അവൻ തൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. അവൻ്റെ വിരലുകളിൽ എന്തോ ഒന്ന് തടഞ്ഞു. അവനത് പുറത്തേക്കെടുത്തു നോക്കി. അതൊരു പഴയ മെമ്മറി കാർഡായിരുന്നു. അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഇന്നലെ രാത്രി കാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ മൈക്രോഫോണുമായി കണക്ട് ചെയ്തിരുന്ന ചെറിയ ബാക്കപ്പ് വോയിസ് റെക്കോർഡർ അവൻ തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടിരുന്നു. ആ ഭയപ്പാടിനിടയിൽ അവനത് മറന്നുപോയതാണ്. അതിലെന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടാകുമോ? വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ മെമ്മറി കാർഡ് തൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു. അതിലൊരു ഓഡിയോ ഫയൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ ഹെഡ്ഫോൺ ചെവിയിൽ വെച്ച് കണ്ണുകൾ അടച്ച് ആ ഫയൽ പ്ലേ ചെയ്തു. ആദ്യം വെറും കാറ്റിൻ്റെ ഇരമ്പൽ മാത്രമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. അവൻ നിരാശനായി അത് ഓഫ് ചെയ്യാൻ പോയതും പെട്ടെന്ന് അവൻ്റെ ഹെഡ്ഫോണിലൂടെ ഒരു നാദമൊഴുകി വന്നു. ഭൂമിയിലെ ഒരു വാദ്യത്തിനും അനുകരിക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യൻ്റെയും വിരലുകൾക്ക് മീട്ടാൻ കഴിയാത്തത്ര പൂർണ്ണതയുള്ള മാസ്മരികമായ ഒരു പുല്ലാങ്കുഴൽ നാദം. ആ സംഗീതത്തിനൊപ്പം രണ്ടു പേരറിയാത്ത ശബ്ദങ്ങൾ സംസാരിക്കുന്നതും അവന് കേൾക്കാമായിരുന്നു. എനിക്ക് പോകാൻ കഴിയില്ല ഭദ്ര. സ്വർഗത്തിലെ 100 കണക്കിന് വർഷങ്ങളെക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നോടൊപ്പമുള്ള ഈ ഭൂമിയിലെ ഒരു നിമിഷമാണ്. അതൊരു പുരുഷൻ്റെ ശബ്ദമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഗാംഭീര്യമുള്ള ശബ്ദം. ഗന്ധർവൻ്റെ ശബ്ദം. ദേവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകി. അവൻ കരയുകയായിരുന്നു. ഭയം കൊണ്ടല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും പവിത്രമായ ഒരു പ്രണയത്തിന് താൻ സാക്ഷിയായതുകൊണ്ട്. ആ യന്ത്രത്തിന് ആ മാന്ത്രികതയെ പൂർണ്ണമായും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ സംഗീതത്തിൻ്റെ ഒരു ചെറിയ അംശം അവന് ലഭിച്ചിരിക്കുന്നു. ഈ ലോകത്തോട് ഈ സത്യം വിളിച്ചു പറയാൻ അവന് തോന്നി. പക്ഷെ അവനത് ചെയ്തില്ല. ആ റെക്കോർഡിംഗ് അവൻ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തില്ല. കാരണം ചില സത്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ തുടരുന്നതാണ് അതിൻ്റെ ഭംഗി. മനുഷ്യർ അതറിഞ്ഞാൽ അവർ വീണ്ടും ആ കാടിനെ തേടിപ്പോകും. ആ പ്രണയത്തിൻ്റെ ശാന്തതയെ അവർ നശിപ്പിക്കും. അവൻ ആ ഫയൽ കമ്പ്യൂട്ടറിൽ നിന്നും ഡിലീറ്റ് ചെയ്തു. പക്ഷേ ആ സംഗീതം അവൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും ഡിലീറ്റാകില്ലായിരുന്നു. കഥകൾ അവസാനിക്കുന്നില്ല. ഭദ്രയും ഗന്ധർവനും തമ്മിലുള്ള ആ പ്രണയം സ്വർഗത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഇന്നും തിളങ്ങി നിൽക്കുന്നു. പ്രണയത്തിന് മരണമില്ല. ശരീരങ്ങൾ നശിച്ചാലും അത് പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഒരു സംഗീതമായി, ഒരു പാലപ്പൂവിൻ്റെ ഗന്ധമായി, ഒരു കാറ്റായി അവശേഷിക്കും. പ്രിയപ്പെട്ട കേൾവിക്കാരെ, നിങ്ങൾ ഈ കഥ വിശ്വസിക്കുന്നുണ്ടോ? ഗന്ധർവന്മാർ ഉണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളുടെ യുക്തിക്ക് വിട്ടുതരുന്നു. എന്നാൽ അടുത്ത തവണ ഏകാന്തമായൊരു രാത്രിയിൽ നിലാവുള്ള ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ വളരെ ദൂരെ നിന്നും അദൃശ്യമായൊരു പുല്ലാങ്കുഴൽ നാദം കേൾക്കുകയാണെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുക. കാരണം ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഒരു സ്വർഗീയ പ്രണയം ഇപ്പോഴും ജീവിക്കുന്നുണ്ട്.